നമസ്കാരം. ധാരണാപത്രത്തിൽ ഒപ്പിട്ടെങ്കിലും ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് കട്ടായം പറയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല. ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്താണ് കുഴപ്പമെന്നായിരുന്നു. കുഴപ്പമില്ലെങ്കിൽ പിന്നെ അത് നടപ്പാക്കിയാൽ എന്താണ് എന്ന് ശിവൻകുട്ടി പറയുന്നുമില്ല. എതിർപ്പുയർത്തിയ CPI ഇനിയും അയഞ്ഞിട്ടില്ല. നാളെ മുഖ്യമന്ത്രി CPIയെ മെരുക്കാൻ ഇറങ്ങി പുറപ്പെടുമെന്ന് അറിയുകയും ചെയ്യുന്നു. CPIയുടെ കലാപം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാകും. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മുടെ അതിഥികളായി ഇടത് സഹയാത്രി റെജി ലൂക്കോസ്, പലതു നിരീക്ഷൻ ഷാബു പ്രസാദ്, മുസ്ലിം ലീഗ് പ്രതിനിധി ഷിബു മീരാൻ എന്നിവർ. ആദ്യം ഷാബു പ്രസാദിലേക്ക്. ഷാബു പ്രസാദ്, ഈ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. അദ്ദേഹം പറയുന്ന ഏത് കാര്യമാണ് നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതെന്ന് അറിയില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം എണ്ണിപ്പിക്കാൻ എന്താ കുഴപ്പം, ഞാൻ അതിനോടുള്ള നിലപാട് മാറ്റിയെന്നായിരുന്നെങ്കിൽ ഇന്ന് പറയുന്നു ആ കുഴപ്പമില്ലാത്ത സാധനം ഞങ്ങൾ നടപ്പാക്കുന്നില്ല, അതുമായി മുന്നോട്ട് പോകുന്നില്ല എന്നാണ്. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രത്യേകിച്ച് എന്താ മനസ്സിലാക്കാനാണ്, അവർക്ക് ഇതിൻ്റെ അകത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയാണ്, അവർക്ക് അതിൻ്റെ അകത്ത് സൈൻ ചെയ്യാതിരിക്കാൻ കഴിയില്ല. സൈൻ ചെയ്താൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇന്ത്യയിലെ മുഴുവൻ മഹാഭൂരിപക്ഷം 3 സംസ്ഥാനങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും സൈൻ ചെയ്ത് പദ്ധതി വളരെ വിജയകരമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. 2022 പ്രഖ്യാപിച്ച പദ്ധതി ഇപ്പം 3 വർഷം കഴിഞ്ഞ് ഈ 3 വർഷം ലാപ്സാക്കി ഇത് ബാക്കിയുള്ളതെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് സർക്കാർ ചെയ്തൊരു നല്ല കാര്യം തന്നെയാണ്. കാര്യം കിട്ടാനുള്ളത് ഇനിയെങ്കിലും നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത പിടിവാശി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഈ പത്രക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് ഈ അവധാനതയുടെ ഉത്തരം പറയാൻ പുള്ളിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഞാനത് മനസ്സിലാക്കി. അല്ല, ആ പ്രശ്നമാണല്ലോ കുഴപ്പം. ആ പ്രശ്നമാണ് ഷാബു പ്രസാദ് നമുക്ക് അറിയേണ്ടത്. എന്താണ് പ്രശ്നം എന്ന് അറിയണ്ടേ? കാരണം ഇത് മന്ത്രിസഭ അറിഞ്ഞിട്ടില്ല, ഘടകകക്ഷികൾ അറിഞ്ഞിട്ടില്ല, അവരുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്തോ ഒളിച്ചോ പാത്തൊക്കെ ചെയ്ത ഒരു കാര്യം, അതിനെന്തോ ഒരു കുഴപ്പമുണ്ടായിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. അന്ന് ഈ ഒളിച്ചും പാത്തും ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. ഇപ്പൊ ഇന്ത്യയിലെ CPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ CPM ആണ്. ഈ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഈ പിണറായി വിജയന്റെ വെറും ഒരു ഭാവം മാത്രമാണ്. പിന്നെ ഇവിടെ CPI എന്താണ്? ഈ CPI എന്ന് പറയുന്ന പാർട്ടി എന്താ അജിംസ, അവരുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താ? CPIയുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടുത്തെ CPMന്റെ അവരുടെ വലിയ CPMന്റെ ആട്ടും തുപ്പും കേൾക്കുക, അവർ ചവിട്ടി കൂട്ടുമ്പോൾ അത് സഹിച്ച് ഇങ്ങനെ പോവുക, ഇങ്ങനെ കാലം കഴിക്കുക എന്നുള്ളതാണ് ആകെ CPI നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിപ്പോ ജനറൽ സെക്രട്ടറി അറിഞ്ഞില്ലയോ, CPI ഘടകകക്ഷികൾ അറിഞ്ഞോ, ഇതൊന്നും CPMന്റെ പിണറായി വിജയന്റെ ഒരു പ്രശ്നമേ അല്ല. അവിടെ കിടന്ന് പറയും അറിഞ്ഞ് എങ്ങും പോകാൻ പോകുന്നില്ല. ഇപ്പൊ CPI കടന്ന ഉച്ചയും വിളിയൊക്കെ ഉണ്ടാക്കി ഭയങ്കരമായിട്ട് മന്ത്രിസഭയെ പിൻവലിക്കാൻ പോകുന്നു. ഒരു പിൻവലിക്കലും ഇല്ല, ഒന്നും ചെയ്യില്ല. ഈ ആട്ടും തുപ്പും കേട്ട അവരങ്ങനെ അവിടെ കിടക്കും, അങ്ങനെ അവരുടെ ജന്മം ഒടുങ്ങും. ഇതാണ് ആകെ. ഒരു കാര്യം ആലോചിക്കണം, CPIക്ക് കേരളത്തിൽ ആകെയുള്ള രക്തസാക്ഷിയെ സംഭാവന ചെയ്തതുപോലും CPM ആണ്. അതെങ്ങനെയാണ്? അല്ലാതെ ഇതിനകത്ത് ഒളിച്ചും പത്തും എന്നുള്ളതല്ല. CPMന്റെ ആ ഒരു ധാർഷ്ട്യമാണ്. ഞങ്ങളില്ല, അല്ലതോ പോയി പണി നോക്കടാ, നീ ഘടകകക്ഷിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിന്റെ വീട്ടിൽ പോയി പറ, എനിക്ക് സൗകര്യമില്ല എൻ്റെ അടുത്ത് പറയാൻ. ജനറൽ സെക്രട്ടറി, റോഡിലെ ജനറൽ സെക്രട്ടറി അവിടെ കാണാൻ അടങ്ങിയിരിക്കണോ, ഡൽഹിയിലും കാണാൻ ഒരു സാധനം നിന്നില്ല, അവിടെ കാണാൻ കുത്തിയിരിക്കും. ഇതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. അല്ല ഷാബു, എന്റെ ക്വസ്റ്റ്യൻ അതല്ല. ഈ ശിവൻകുട്ടി ഇത് നടപ്പാക്കില്ല എന്ന് പറയാൻ പറ്റുമോ? MOU സൈൻ ചെയ്തിട്ട് നടപ്പാക്കില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? നടപ്പാക്കാതിരിക്കാൻ കഴിയുക അവർക്ക്. ഇതിപ്പോ തൽക്കാലം ഇതിങ്ങനെ ഈ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ വരും, തുടർച്ചയായിട്ട് വരുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും തരികിടയൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞാൽ അന്ന് ഞാൻ അഭിപ്രായം മാറ്റി, അന്ന് എനിക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ അഭിപ്രായം മാറ്റി, എന്താ ഇതിനെന്താ കുഴപ്പം, ഇപ്പൊ ചോദിക്കുന്നത് ഞങ്ങൾ ഒപ്പിട്ടാലും ഞങ്ങൾ നടപ്പാക്കില്ല. ഇതൊക്കെ എന്റെ അഹിംസ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്ന ഒരു മന്ത്രിമാരും അല്ലെങ്കിൽ ജനപ്രതിനിധികളും ഒക്കെ എന്നാണോ നമുക്കുണ്ടാവുക എനിക്കറിയില്ല. ഒന്ന് ആലോചിച്ചൊക്കെ, ആ മനുഷ്യൻ നോർമൽ അല്ല. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി, നിങ്ങൾ വെറുതെ, ഞാൻ നിഷ്പക്ഷമായിട്ട് വെറുതെ നടിച്ച് അദ്ദേഹത്തിന്റെ സംസാര രീതിയും പ്രതികരണങ്ങളും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കും അയാൾ എക്സ്ട്രീംലി അബ്നോർമലാണ്. അങ്ങനെ ഒരാളുടെ ഇതിനെപ്പറ്റി നമ്മൾ എന്ത് അഭിപ്രായം പറയാനാണെന്ന്? കേന്ദ്ര ഭരണഘടനാപരമായ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ സൈൻ ചെയ്ത MOU നടപ്പാക്കില്ലെന്നൊക്കെ വെറുതെ പറയാമെന്നുള്ളതല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? അല്ല ഷാബു പ്രസാദ്, ഈ MOU സൈൻ ചെയ്തു, ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല, MOUയിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണെന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ അവരത് ചെയ്യട്ടെ, എങ്കിലും അത് ചെയ്യട്ടെ. MOU ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി,
ഞങ്ങൾ MOU സൈൻ ചെയ്തത് പറ്റിയ ഇതായിപ്പോയി. ഞങ്ങളുടെ മന്ത്രിമാരും ഞങ്ങൾ ഇവിടെ കേരളത്തിലെ സംസ്ഥാനത്ത് ഭയങ്കര എതിർപ്പുണ്ട് അതിനെപ്പറ്റി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ MOU പിന്മാറുന്നു. അങ്ങനെ നടക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയാം. അതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ശരി, ഞങ്ങൾക്ക് വേണ്ട, കേന്ദ്രം തരുന്ന പൈസ ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങളിവിടെ കേരളം സർവ്വസ്വതന്ത്രമായ ഒരു സ്വതന്ത്ര രാജ്യമാണ്, രാഷ്ട്രമാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം നോക്കാൻ അറിയാം. അതല്ലേ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ PMC പദ്ധതിയിലെ ഫണ്ടിന് വേണ്ടിയല്ലല്ലോ SSA ഫണ്ട്. SSA ഫണ്ട് കേരളത്തിന് അവകാശപ്പെട്ടതാണ്. അത് എന്തോ ഔദാര്യമോ അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ പ്രൊജക്റ്റ് ഒന്നും അല്ല, അത് കേരളത്തിൽ ലഭിക്കേണ്ടതാണ്. ഇത് ഒപ്പിടാതെ തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഒപ്പിടേണ്ടി വന്നതെന്നാണ് പറയുന്നത്. എന്തൊരു കാര്യവും ഏതൊരു കേന്ദ്രമായാലും ശരി, കേരളമായാലും ശരി, ഒരു രൂപയും ആരുടെയും ഔദാര്യമല്ല. അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും. അപ്പോ ആ പണം ചെലവഴിക്കുന്നതിന് വ്യവസ്ഥാപിതമായ ചില രീതികളുണ്ട്, ചില മാർഗങ്ങളുണ്ട്. അത് സാറ്റിസ്ഫൈ ചെയ്യണം. അല്ലാതെ കുടുംബത്തിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന കാശാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. MOU സൈൻ ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എഗ്രിമെന്റ് കൊടുക്കുകയോ ഒക്കെ ചെയ്യാതിരിക്കാം. അതല്ല ഷാബു പ്രസാദ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിന്റെ ഒരു നയമാണ്. ആ നയം എല്ലാ സർക്കാരുകളും പിൻപറ്റണം എന്ന് ഭരണഘടനാപരമായോ നിയമപരമായോ ഒരു ബാധ്യതയുമില്ല. പക്ഷേ അങ്ങനെ ഒരു കാര്യം നിർബന്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഫണ്ട് തരണം, SSA ഫണ്ട് തരണമെങ്കിൽ ഇതിൽ ഒപ്പിടണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. അത് നിയമപരമാണോ? അത് തന്നെയാണ് കാര്യം. ഇതിപ്പോ നിയമവിരുദ്ധ ഭരണഘടനാ വിരുദ്ധമോ നിയമവിരുദ്ധമോ ആണെങ്കിൽ പിന്നെന്തിനാണ് ഇവിടുത്തെ കേരളത്തിലെ അല്ല ഈ രാജ്യ പ്രതിപക്ഷം അടക്കം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ എന്തിനാണ് ഇതിന്റെ അകത്ത് ഒപ്പിട്ടത്? തമിഴ്നാട് ഒപ്പിട്ടിട്ടില്ല, വെസ്റ്റ് ബംഗാൾ ഒപ്പിട്ടിട്ടില്ല. ഒന്ന് സംസ്ഥാനങ്ങളെ ഒപ്പിടാത്തത്. അവരെന്തുകൊണ്ട് ഒപ്പിടുന്നില്ല? ഭരണഘടനാപരമായി നിർബന്ധമായി ഒപ്പിടേണ്ടതാണ്, നിയമപരമായി നിർബന്ധമായി ഒപ്പിടേണ്ടതാണെങ്കിൽ അവരൊപ്പിട്ടില്ലേ? നിർബന്ധമായും ഒപ്പിടേണ്ട കാര്യമല്ല. പക്ഷേ ഈ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര ഫണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഒപ്പിടണം. ഞങ്ങൾക്കത് വേണ്ട എന്നാണ് അവരുടെ നിലപാട്. ഓക്കെ, നോ പ്രോബ്ലം. അല്ല, ആ ഫണ്ടിന് വേണ്ടിയല്ല, PMC ഫണ്ടിന് വേണ്ടിയല്ല ഇത് ഒപ്പിട്ടത്. തരാനുള്ള SSA ഫണ്ട് തരുന്നില്ല, തടഞ്ഞു വെച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇത് ഒപ്പിട്ടതെന്നാണ് സർക്കാർ പറയുന്നത്. അത് കണക്റ്റഡ് ആണെങ്കിൽ, അത് കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ, അത് ഭരണഘടനാ വിരുദ്ധമാണെന്നുണ്ടെങ്കിൽ അവർക്ക് നിയമ സംവിധാനങ്ങളെ സമീപിക്കുന്നേ. അതാരും പറയുന്നില്ലല്ലോ, ആരും ചെയ്യുന്നില്ലല്ലോ. അത് ഇപ്പൊ ഇവിടെ തമിഴ്നാട് ചെയ്തല്ലോ ഷാബു പ്രസാദ്. തമിഴ്നാട് ചെയ്തു, കേരളം ചെയ്യുന്നില്ല. അതാണ് പ്രശ്നം. ആയിക്കോട്ടെ, ചെയ്തോളൂ. അവർക്ക് ചെയ്യാനുള്ള അവകാശമുണ്ട്. അങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യട്ടെ. ഷാബു, അവിടെയാണ് ഈ കോൺഗ്രസും UDF-ഉം ആരോപിക്കുന്ന ഷാബു പ്രസാദ് നിയമപരമായി നീങ്ങേണ്ടതിന് പകരം അവിടെ വഴങ്ങിക്കൊടുത്തു കേന്ദ്ര സർക്കാരിന്. അതിന് പിന്നിൽ ഒത്തുകളി ഉണ്ടെന്നാണ് UDF-ന്റെ ആരോപണം. അത് പറഞ്ഞോട്ടെ കാര്യം. അങ്ങനെയാണെങ്കിൽ എന്തിനാ കോൺഗ്രസ് സംസ്ഥാനങ്ങൾ ഒപ്പിട്ടത്? ഇവര് ഇപ്പൊ ഇവിടെ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് ഇട്ടിരിക്കുന്നത്. ഒരു മുന്നണിയിലുള്ളവരല്ലേ? അശോക് ഗെഹ്ലോട്ട് സ്ഥാനം ഒഴിയുന്നതിന്റെ 2 മാസം മുമ്പാണ് അത് സൈൻ ചെയ്തത്. കോൺഗ്രസിന് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് ഈ ഇടതുപക്ഷത്തിനുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള ഒരു നിലപാടില്ല, അത്രയും ഉറച്ചൊരു നിലപാടില്ല. അപ്പൊ പിന്നെന്താ ആർക്കാ പ്രശ്നം? അല്ല, CPM-നുണ്ട്. CPM-ന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമാണ് ഇതിൽ ഒപ്പിടുന്നത്. അതാണല്ലോ ഇപ്പോൾ ഡിബേറ്റ് ഷാബു പ്രസാദ്. അതല്ലേ CPI ഉയർന്ന ഇടതുപക്ഷത്തിന് ഉറച്ച നയവും നിലപാടും ഒക്കെ നമ്മൾ ശിവൻകുട്ടി പറയുന്നുണ്ടല്ലോ. NEP-ക്ക് എന്താ കുഴപ്പം? NEP നടപ്പാക്കില്ല. എവിടാണ് അതിന്റെ ഒരു ഉറപ്പുള്ളത്? ശരി ഷാബു പ്രസാദ്, ഞാൻ കയ്യിലേക്ക് വരാം. ശ്രീ റജി ലൂക്കോസ്, ഇവിടെ കഴിഞ്ഞ ദിവസം മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു NEP-യെ കുറിച്ചുള്ള എന്റെ നിലപാട് മാറി. അതിനെന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ മന്ത്രി ശിവൻകുട്ടി ഇന്ന് പറയുന്നു ഞങ്ങൾ PMC-യിൽ ഒപ്പിട്ട് എന്ന് കരുതി NEP നടപ്പാക്കില്ല, PMC-യുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല എന്ന് പറയുന്നു. ഇതിൽ ഏത് കാര്യമാണ് നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടത്? അല്ല, ഇവിടെ മുഖവിലേക്ക് എടുക്കേണ്ടത് കേന്ദ്ര സർക്കാർ കേരള സർക്കാരിൻ്റെ കേരളത്തിലെ വിദ്യാർത്ഥികൾക്കായി തടഞ്ഞു വെച്ചിരിക്കുന്നത് ഏതാണ്ട് 5000 കോടി രൂപയാണ്. SSIക്ക് തന്നെ 1158 രൂപ തടഞ്ഞു വെച്ചിരിക്കുന്നു. അതുകൂടാണ്ട് തന്നെ വിവിധ പദ്ധതികൾക്കായിട്ട് ഇപ്പം PMR എന്ന് പറയുന്ന പദ്ധതിയായിട്ട് സംബന്ധിച്ച് 1464 രൂപ തടഞ്ഞു വെച്ചിരിക്കുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട്. ഈ ഫണ്ട് കാവ്യവൽക്കരണത്തിന് അംഗീകരിക്കാതെ കൊണ്ട് വാങ്ങിച്ച് ഈ കേരളത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അതിൻ്റെ ഉന്നതിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പദ്ധതി അത് ഒപ്പിട്ടതിനകത്ത് എന്താ തെറ്റിരിക്കുന്നത്? അതിവിടെ V. ശിവൻകുട്ടി പരസ്യമായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ NEP നടപ്പാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചോദിക്കുന്നത്. NEP നടപ്പാക്കിയ എന്നുള്ളവരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത നയമാണ്. അത് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നില്ല, ഒരു സംശയമില്ല കാര്യത്തിൽ. ശിവൻകുട്ടിയാണ് റജി ലൂക്കോസ്. NEP-ക്ക് എന്താ കുഴപ്പം? എനിക്ക് NEP-യോടുള്ള നിലപാട് മാറിയെന്നും ഈ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു.
അത് അദ്ദേഹം പറഞ്ഞു, ഇന്നലെയാണ് പറഞ്ഞത്. അദ്ദേഹം ഇന്ന് തിരുത്തി പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും നടപ്പാക്കിയില്ലെന്ന്. അവിടെ ഇന്നലെ പറഞ്ഞത് ഇന്ന് പറഞ്ഞതും തമ്മിൽ നിങ്ങൾ കൂട്ടിക്കിടക്കേണ്ട ആവശ്യമില്ല. പാർട്ടിക്ക് ഒരു നയമുണ്ട്, പാർട്ടി കോൺഗ്രസ് ഒരു പദ്ധതി ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന് ശേഷം ഒരു പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിന് ശേഷം ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയുന്നത് അങ്ങനെ ഒപ്പിടാതിരുന്നാ പോരെ? അല്ല, NEP സൈൻ ചെയ്തിട്ടില്ലല്ലോ. NEP സൈൻ ചെയ്തിട്ടുണ്ടോ? PM ശ്രീയിൽ സൈൻ ചെയ്താൽ NEP നടപ്പാക്കാൻ ബാധ്യസ്ഥരാവുകയാണ്. PM ശ്രീയിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ PM ശ്രീയുടെ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിൽ കൃത്യമായി പറയുന്നുണ്ട് NEP നടപ്പാക്കേണ്ടി വരും. അതിൽ തന്നെ പറയുന്നുണ്ട്. PM ശ്രീയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ NEP നടപ്പാക്കണമെന്ന് ഏത് രേഖയാണ് നിങ്ങളുടെ അടുത്തുള്ളത്? ഈ ധാരണാപത്രം ഒപ്പിട്ട ധാരണാപത്രത്തിൽ തന്നെ ഉണ്ട്. റജി ലൂക്കോസ് വായിച്ചു കേൾപ്പിക്കണോ? അല്ല, അത് സംസ്ഥാനങ്ങളുടെ ഡിസ്ക്രിപ്ഷനാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒഡീഷ ഭരിക്കുന്ന BJP സർക്കാരാണ് കഴിഞ്ഞ 1.5 വർഷമായിട്ട്. ഈ ഒഡീഷ എന്ന് പറയുന്നത് റജി ലൂക്കോസ് കഴിഞ്ഞ 2 ദിവസമായി നമ്മൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങേരെ അറിവിലേക്ക് വേണ്ടി പറയുകയാണ്. MOU-ലെ സ്കോപ്പ് ഓഫ് MOU എന്ന പാരഗ്രാഫിൽ ഒന്നാമതായി പറയുന്നത് സ്റ്റേറ്റ്സ്, യൂണിയൻ ടെറിട്ടറീസ്, KVS, നവോദയ വിദ്യാലയാസ് വിൽ ഇംപ്ലിമെന്റ് all the provision of national education policy NEP 2020 in entirely within entire state UT, KVS, NVS as the main objective of this scheme is to showcase the implementation of NEP 2020 through the PM Shri schools. PM Shri സ്കൂളുകളിലൂടെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ ഈ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ബാധ്യസ്ഥരാണ് എന്നാണ് ധാരണാപത്രം. അല്ലതെ, അത് അവിടാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അത് PM ശ്രീയും NEP-യിലൂടെ PM ശ്രീയിലൂടെ NEP നടപ്പാക്കാനായിട്ടുള്ള ശ്രമം നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങൾ ഇൻക്ലൂഡിങ് ഒഡീഷ ഉൾപ്പെടെയുള്ളവർ അത് തങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ആണെന്നുള്ള വ്യവസ്ഥ വെച്ചുകൊണ്ട് ഒപ്പിട്ടിരിക്കുന്നത്. അത് വിദ്യാഭ്യാസ മന്ത്രി കേൾക്കൂ. അവർക്ക് വേറെ MOU ഉണ്ട് എന്ന് ഞാൻ കണ്ടിട്ടില്ല. ഒരു നിമിഷം. അല്ല, ഈ 4 സംസ്ഥാനങ്ങൾക്ക് വേറെ MOU ആണ്, കേരളത്തിന് വേറെ MOU ആണ്, മറ്റു സംസ്ഥാനങ്ങൾക്ക് വേറെ MOU ആണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. MOU-ൽ പറയുന്ന കാര്യമാണ് ഞാൻ വായിച്ചത്. അല്ല, അതൊക്കെ നമ്മളെല്ലാവരും വായിച്ചാണ് കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിൽ NEP നടപ്പാക്കുകയില്ല എന്നും ആ കാവ്യവർക്കറുടെ ഇന്ത്യയുടെ ചരിത്രം മാറ്റി എഴുതുന്ന ഈ പറയുന്ന RSSന്റെ ചരിത്ര പശ്ചാത്തലങ്ങളെ തിരികെ കയറ്റി ഗോൾവാക്കറെയൊക്കെ ഗോഡ്സേനെയൊക്കെ മഹാന്മാരാക്കുന്ന ചരിത്രം കേരളത്തിൽ പഠിപ്പിക്കില്ല എന്നും കേരളത്തിൽ അതിനുവേണ്ടി തന്നെ ഒരു ബുക്ക് തന്നെ ഇവിടെ കേരള സർക്കാർ പുറത്തിറക്കിയിരിക്കുന്ന വിദ്യാർത്ഥികൾ കേരള സർക്കാർ നിങ്ങൾ ഈ പറയുന്ന കാര്യം ശരിയാണ്. ഈ വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി തന്നെ പരാമർശം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളത് പഠിപ്പിക്കില്ല. പക്ഷേ ഈ ഒപ്പിട്ട MOU-ൽ പറഞ്ഞ കാര്യമാണ് ഞാൻ വായിച്ചത്. NEP നടപ്പിലാക്കാൻ സംസ്ഥാനം ബാധ്യസ്ഥരാണ് എന്ന് ഈ MOU-ൽ തന്നെ പറയണം. ആ MOU-ലാണ് ഒപ്പിട്ടത്. ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞാൽ അതിന് വേദം ഒപ്പിടാതാ പോരെ? അല്ല, ഒപ്പിടായിരുന്നവരുടെ പൈസ ഫണ്ട് കിട്ടും. കഴിഞ്ഞ 9.5 വർഷമായിട്ട് കേരളത്തിൽ MOU-ൽ പറയുന്നു NEP നടപ്പാക്കിയേ പറ്റൂ എന്ന് പറയുന്നു. ഇപ്പൊ മന്ത്രി പറയുന്നു ഞങ്ങൾ നടപ്പാക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ പിന്നെ ഒപ്പിടാതിരുന്നാ പോരെ? അല്ല, ഒപ്പിട്ടില്ല എങ്കിൽ എങ്ങനെയാണെന്ന് ഈ കുട്ടികൾക്ക് കിട്ടേണ്ട ഫണ്ട് കിട്ടുന്നത്? അങ്ങനെ ക്ലാരിറ്റിക്ക് വേണ്ടി പറയാം. ഒപ്പിട്ട വായിച്ചിട്ട് തന്നെ ഒപ്പിട്ടിരിക്കുന്നത് NEP നടപ്പാക്കണം എന്ന് വായിച്ചിട്ട് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടപ്പാക്കില്ല കാര്യം അത് പലതവണ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു. എന്നേലും ഉണ്ടായ എഗ്രിമെന്റ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് പറയൂ. നിങ്ങൾ പറയുന്നത് ഒപ്പിട്ട് സ്ഥിതിക്ക് അത് നടപ്പാക്കിയേ പറ്റുമെന്നാ പറഞ്ഞത് അല്ലേ? അതാണല്ലോ ഇപ്പോഴത്തെ വാദം എന്ന് പറയുന്നത്. അജിംസ് ചോദിക്കുന്ന വാദമാണ്. കഴിഞ്ഞ ചാനലിൽ ഇരുന്നപ്പോൾ അവരും ചോദിച്ചു. അതിനുള്ളൊരു മറുപടി സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. നടക്കത്തില്ല. തന്നെയുമല്ല, കേരളത്തിൽ കാവ്യവൽക്കരിക്കാനായിട്ട് കഴിഞ്ഞ ഗവർണർ നടത്തിയ ശ്രമത്തിനെ കോടതി പോയി ചോദ്യം ചെയ്തൊരു സർക്കാരാണിത്, കേരള സംസ്ഥാന സർക്കാർ. പക്ഷെ ഇവിടുത്തെ ആത്യന്തികമായിട്ടുള്ള വിഷയം എന്താ? നമ്മുടെ കുട്ടികൾക്കിടെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടൂൾസുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ലോകത്തിന് മുമ്പിൽ ഒത്തിനോടൊപ്പം സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതികളിൽ അതൊന്നും കേരളത്തിന് ലഭിക്കേണ്ട ആ എമൗണ്ടുകൾ 5000 കോടി രൂപയാ. നമ്മുടെ വിദ്യാഭ്യാസ മേഖല നമ്മുടെ കുട്ടികൾക്ക് പണം അതിൽ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഇതിലും കൂടുതൽ പണം കിട്ടാനുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. ഒരു നിമിഷം. ഇതിലും കൂടുതൽ പണം കിട്ടാനുള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അവരും NEP എതിർത്ത് നിന്നവരാണ്. അവർ പോയത് അവർക്ക് കിട്ടാനുള്ള ഫണ്ടിന് വേണ്ടി അവർ കോടതി പോയി.
കോടതി അത് അനുവദിക്കാൻ പറഞ്ഞു. കേന്ദ്രത്തോട് മര്യാദയ്ക്ക് ആ പണം കൊടുക്കാൻ പറഞ്ഞു. എന്തുകൊണ്ട് കേരളം കോടതി പോയില്ല? പറഞ്ഞിട്ടില്ല. നിങ്ങൾ മാധ്യമങ്ങൾ ഇന്നലെ പോലെ പറയുന്നത് അങ്ങനെ ഒരു വിധി നിങ്ങൾക്ക് കാണിക്കോ? സുപ്രീം കോടതി ഇതുവരെ കേന്ദ്ര സർക്കാരിനോടുള്ള വിശദീകരണം ചോദിച്ചിട്ടല്ലാണ്ട് അതിൽ വിധി പറഞ്ഞിട്ടില്ല. അവർക്ക് ഫണ്ട് കിട്ടിയിട്ടുമില്ല. അത് തന്നെയല്ല, തമിഴ്നാട് സർക്കാർ സമ്പന്നമായ ഒരു സംസ്ഥാന കേട്ടില്ല. സുപ്രീം കോടതി നിലപാടെന്തായിരുന്നു? കേരളം നമ്പർ 1 ആയ സംസ്ഥാനം ദരിദ്രമാണെന്ന് പറയല്ലേ? സുപ്രീം കോടതി നിലപാട് നമ്മുടെ മുണ്ടക്കൈ ചൂരമല വിഷയത്തിൽ എന്തായിരുന്നു? ഞാനത് പൂർത്തിരിക്കട്ടെ. ചൂരമല മുണ്ടക്കൈ വിഷയത്തില് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി 2 വന്നു. എന്നിട്ട് ഈ കേന്ദ്ര സർക്കാർ കൊടുത്തിരിക്കുന്ന മറുപടി എന്താ? നിങ്ങൾ മനസ്സിലാക്കൂ. ഇന്ത്യയിൽ എവിടെയാലും ഇതുപോലെ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ശത്രു രാജ്യത്തെ പോലല്ലേ കണ്ടോണ്ടിരിക്കുന്നത്? അത് പിടിച്ചു വാങ്ങിക്കുക എന്നുള്ളത് കേരളത്തിന്റെ അവകാശം. അതുകൊണ്ടല്ലേ കഴിഞ്ഞ 4 വർഷമായി അതിശക്തമായി രാഷ്ട്രീയമായി എതിർത്ത ഒരു കാര്യം അടിയിൽ ഒപ്പുവെച്ചു കൊടുത്തു. ഞങ്ങൾ നടപ്പാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഇതാണ് പിടിച്ചു വാങ്ങല്. ഞങ്ങൾ ഒപ്പിടുന്നതിൽ ഞങ്ങളുടെ മുമ്പിലുള്ള വിഷയം എന്താ? നമ്മുടെ കുട്ടികൾക്കുള്ള കിട്ടേണ്ട ഫണ്ട് അത് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒപ്പിട്ടു. ഇനി എവരി ഭരണ നയങ്ങളുമില്ല കേരളത്തിൽ നടക്കാൻ പോകുന്നു. ജനാധിപത്യത്തിന് വക്രീകരിക്കാൻ അതായത് ഈ MOU ഒപ്പിട്ട് കാശ് മേടിച്ചെടുക്കാം എന്നിട്ട് കേന്ദ്രത്തെ ആരെയും പറ്റിച്ചിട്ടില്ല. പിന്നെ അപ്പൊ നടപ്പാക്കുവോ? നടപ്പാക്കില്ലേ? എന്താണ്? ആര് കേന്ദ്രത്തെ പറ്റിക്കുന്നു? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ ചോദ്യമുള്ളൂ. 9 വർഷമായിട്ട് ഇവർ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഏതെങ്കിലും ഒരു കാവ്യവൽക്കരണത്തിനെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യത്തിന്റെ സർക്കാർ അംഗീകരിച്ചിട്ടില്ലോ? ഇല്ല, ഇതുവരെ ഇല്ല. നടപ്പാക്കാം എന്ന് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. ഇതുവരെ ഇല്ല, സമ്മതിച്ചു. ഇതുവരെ ഇല്ല. ഇപ്പൊ നടപ്പാക്കാമെന്ന് ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നു. നിക്കൂ. കേരളം സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. പദ്ധതി കടമെടുക്കുന്നത് 2.9 നിന്ന് 1.8 വെട്ടിക്കുറച്ചു. UPക്ക് 12 നിന്ന് 19 വർദ്ധിപ്പിച്ചു കൊടുത്തു. കിഫ്ബിയുടെ കടമെടുക്കുന്നതിൽ നിന്നും അവർ ഞെരുക്കിയിരിക്കുന്നു. GST വീതം കിട്ടുന്നില്ല, പദ്ധതി വീതങ്ങൾ കിട്ടുന്നില്ല. ഇങ്ങനെ കേരളത്തെ താർക്കാൻ ശ്രമിച്ചിട്ട് ഇതിനൊന്നും നിന്നു കൊടുക്കാതെ കണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്കോ മറ്റൊന്നിനോ ഈവൻ ക്ഷേമ പെൻഷൻ പോലും മുടക്കാതെ കണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ സർക്കാർ നേടിയെടുക്കേണ്ട ഫണ്ട് നേടിയെടുത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഈ നേടിയെടുത്തു. ശരി, ആ ഫണ്ട് നേടിയെടുത്തു. ഓക്കെ, അപ്പൊ ഫണ്ട് നേടിയെടുക്കാൻ വേണ്ടി കേന്ദ്രത്തെ പറ്റിക്കുകയായിരുന്നോ? ഞങ്ങൾ നടപ്പാക്കിക്കൊള്ളാമെന്ന് ഒപ്പിട്ട് കൊടുത്തിട്ട് ഇനി നടപ്പാക്കില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ പറ്റിക്കലാണോ? കേന്ദ്രത്തെ പറ്റിക്കലെന്നോ പറ്റിക്കാതിരിക്കുന്നുള്ളതൊന്നും ഇതിനകത്ത് വിഷയമല്ലല്ലോ. ഇവിടെ ഇപ്പൊ പ്രശ്നം നിങ്ങളുടെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ? അവിടെ എന്തെങ്കിലും തിരകളൊക്കെ ഉണ്ടാക്കുവോ? ഇതിന്റെ പേരിൽ ഇവിടെ വേറെ ഒരു രാഷ്ട്രീയ വിഷയം എതിർത്തിട്ടില്ല. കോൺഗ്രസിന്റെ പ്രതിപക്ഷം എതിർത്തിട്ടില്ല, മേടിക്കണമെന്ന് പറഞ്ഞു. സമുന്നതനായിട്ടുള്ള ശശിധരൻ മേടിക്കണമെന്ന് പറഞ്ഞു. വേണുഗോപാൽ മാത്രം എതിരഭിപ്രായം പറഞ്ഞു. വേണുഗോപാലിന്റെ പാർട്ടി ഭരിക്കുന്നിടത്താണ് ഇത് ആദ്യം ഒപ്പിട്ട് മേടിച്ചുകൊണ്ടിരിക്കുന്നത്. തെലങ്കാനയും ആദ്യം ഛത്തീസ്ഗഡിൽ അവരുടെ ഭരണകാലത്തും രാജസ്ഥാൻ 2ാമത് ഒപ്പിട്ടാണ് അശോക് ഗെഹ്ലോട്ടിന്റെ കാലത്ത്. കേരളത്തിനൊന്നും പാടില്ല, കേരളത്തിൽ ഞെരുക്കണം, കേരളം സാമ്പത്തികമായിട്ട് തകരണം എന്ന് ചിന്തിക്കുന്നവർക്ക് നിങ്ങൾ ന്യായീകരണം പറഞ്ഞോളൂ. അതിന് സമ്മതിക്കുന്നില്ല. കേരളം മുന്നോട്ട് പോകണം. ഞാൻ ചോദിച്ച ചോദ്യം MOU സൈൻ ചെയ്ത് കൊടുത്ത് NEP നടപ്പാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് MOU സൈൻ ചെയ്ത് കൊടുത്തു. ഇപ്പൊ നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞത് കേന്ദ്രത്തെ വഞ്ചിക്കലാണോ എന്നായിരുന്നു എന്റെ ചോദ്യം. അത് വഞ്ചിക്കലല്ല എന്നാണ് റജി ലൂക്കോസിന്റെ ഉത്തരം. ഞാൻ അങ്ങയിലേക്ക് വരാം. ഷിബു മീരാൻ, ഈ NEPയുടെ വിഷയത്തിൽ ഒരിക്കലും വഞ്ചിക്കലല്ല. ഒരു നിമിഷം. ഷിബു മീരാൻ, NEPയുടെ വിഷയത്തിൽ ഇടത് പാർട്ടികൾക്ക് പ്രത്യേകിച്ച് എസ്പെഷ്യലി CPMന് CPIക്ക് ഒക്കെ അതിശക്തമായ രാഷ്ട്രീയ നിലപാടുണ്ടായിരുന്നു. കാരണം NEP ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയം, അത് ഡ്രാഫ്റ്റ് പുറത്തു വന്ന സമയം മുതൽ അതേക്കുറിച്ച് പഠിച്ച് വളരെ കൃത്യമായ നിലപാട് CPMഉം CPIയും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പരസ്യമായി അവരുടെ രേഖകളിലുള്ള കാര്യമാണ്. അവിടെയാണ് കേരളത്തിൽ ആ പാർട്ടി ഒരു വ്യതിചലനം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ റജി ലൂക്കോസ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് പോലെ കോൺഗ്രസിനോ അല്ലെങ്കിൽ ഇവിടെ കേരളത്തിൽ UDFന്റെ ഭാഗമായിട്ടുള്ള മറ്റ് സംഘടനകൾക്കൊന്നും അത്ര കൃത്യമായ രാഷ്ട്രീയ നിലപാട് കാര്യത്തിലില്ല. കോൺഗ്രസിൽ തന്നെ 2 അഭിപ്രായമുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ ഇതിൽ ഒപ്പിട്ടതാണ്, PMCയിൽ ഒപ്പിട്ട സംസ്ഥാനമാണ് അശോക് ഗെഹ്ലോത്തിന്റെ കാലത്ത്. അവിടെ ഇപ്പോൾ സർക്കാരിന് മുമ്പിലുള്ള ഒരേ ഒരു പ്രശ്നം CPI ഉയർത്തിക്കൊണ്ടിരിക്കുന്ന റെബലിയനാണ്. അതേസമയം പ്രതിപക്ഷത്തിൻ്റെ വിമർശനങ്ങൾ അത് CPMന് സർക്കാരിനെ എളുപ്പം മറികടക്കാം. കാരണം രാജസ്ഥാനിൽ നിങ്ങൾ ഒപ്പിട്ടില്ലേ എന്ന് കോൺഗ്രസിനോട് ചോദിച്ചാൽ കോൺഗ്രസ് മിണ്ടില്ല. KC വേണുഗോപാലിനും VD സതീശനും 2 അഭിപ്രായമാണ് ഇക്കാര്യത്തിൽ. അപ്പോൾ സർക്കാരിൻ്റെ നാളെ ഇപ്പോൾ പിണറായി വിജയൻ നേരിട്ട് CPI അന്വേഷിപ്പിക്കാൻ പോവുകയാണ്. CPI മാത്രമാണ് അവരുടെ മുമ്പിൽ പ്രശ്നം, പ്രതിപക്ഷം ഒരു പ്രശ്നമല്ല എന്നുള്ളത് ഈ രാഷ്ട്രീയ സന്ദർഭത്തിൽ ഒരു പ്രശ്നമല്ലേ? അല്ല ജിംസ്, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യം,
ഇപ്പോൾ CPM തന്നെയാണ് യഥാർത്ഥത്തിൽ ഇതിനകത്തെ ഏറ്റവും വലിയ പ്രശ്നം. അജിംസ് തന്നെ ചൂണ്ടിക്കാണിച്ചല്ലോ. ഇപ്പൊ ഈ രാജ്യത്തെ CPMന്റെ ഏറ്റവും വലിയ ബോഡി അത് അവരുടെ പോളിറ്റ് ബ്യൂറോ പോലും അല്ല, അവരുടെ പാർട്ടി കോൺഗ്രസ് ആണ്. ആ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുന്ന ഒരു നയസമീപനത്തിനപ്പുറത്ത് ആ പാർട്ടിയുടെ ഒരു ഘടകത്തിനോ ഏത് കൊടി കെട്ടിയ നേതാവിനോ പോകാൻ അവകാശമില്ല. ഈ ഫെബ്രുവരിയിൽ സമാപിച്ച മധുരയിലെ പാർട്ടി കോൺഗ്രസ് വളരെ കൃത്യമായി അവരുടെ ഈ NEPക്കെതിരായ സമീപനം പറയുന്നുണ്ട്. ഇനി നമ്മൾ പരിശോധിച്ചാൽ പീപ്പിൾ ഡെമോക്രസി ആവർത്തിച്ച് ഇതിൽ ലേഖനം എഴുതിയിട്ട് ഇത് വന്ന കാലം മുതൽ ദേശാഭിമാനി 2 വർഷം മുൻപ് ലേഖനം എഴുതിയിട്ടുണ്ട്. ഇവർ കേരളത്തിന്റെ സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ NEPക്കെതിരെ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാളിലുണ്ട്. ഇതിനൊക്കെ മലക്കം മറിഞ്ഞുകൊണ്ട് ഇവരിപ്പോ ആ കരാറിൽ ഒപ്പുവെച്ചു. എന്നാണ് കരാറിൽ ഒപ്പുവെച്ചത്? കരാറിൽ ഒപ്പുവെച്ചത് ഒക്ടോബർ മാസം 16-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് കേരളത്തിന്റെ മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. അപ്പൊ ഇത് ഒപ്പുവെക്കാൻ പോകുന്നു എന്നൊരു വാർത്ത അന്തരീക്ഷത്തിലുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്ന CPIയുടെ മന്ത്രി സഖാവ് രാജൻ ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട്. ചോദിച്ചത് സ്വാഭാവികമായിട്ടും സഖാവെ പുറത്തൊക്കെ ഇങ്ങനെ വാർത്തയുണ്ട്, ഈ NEP ഒപ്പുവെക്കാൻ നമുക്ക് വല്ല പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പിണറായി വിജയൻ ഒന്നും മിണ്ടില്ല എന്നാണ്. എന്ന് വെച്ചാൽ ആ മന്ത്രിസഭാ യോഗം നടക്കുന്നതിന് 3-4 ദിവസങ്ങൾക്ക് മുൻപ് 16-ാം തീയതി ഈ കരാറിന്റെ അന്തിമ രൂപം തയ്യാറാക്കിയിരിക്കുന്നു. ഇനി കരാറിന് പിന്മാറാൻ പറ്റുമെന്നുള്ള ചോദ്യമുണ്ട്. പ്രശ്നം അജിംസ് ആവർത്തിച്ച് വായിച്ച് കേൾപ്പിച്ചിട്ട് അദ്ദേഹം സമ്മതിക്കുന്നില്ല. ഇത് നമ്മൾ അജിംസ് അന്തരീക്ഷത്തിൽ നിന്ന് വായിക്കല്ലോ. ഈ പറയുന്ന രേഖയ്ക്ക് താഴെ 1-ാം കക്ഷിയായി ധീരജ് സാഹു എന്നൊരാൾ ഒപ്പുവെച്ചിട്ടുണ്ട്. 2-ാം കക്ഷിയായി K വാസുകി IAS എന്നൊരാൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ ധീരജ് സാഹു വെറുതെ ഉള്ള ഒരാളല്ല, കേന്ദ്ര സർക്കാരിന്റെ പ്രതിയാണ് അദ്ദേഹം. K വാസുകി IAS അതിൽ ഒപ്പുവെക്കുന്നത് കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ്. അതിൽ പറയുന്ന വ്യവസ്ഥകളൊക്കെ കേരളത്തിലെ ഗവൺമെന്റിന് ബൈൻഡിംഗ് ആണ്. അതിൽ അര വാക്കിന്റെ സംശയമില്ലാത്ത വണ്ണം കൃത്യമായി പറഞ്ഞു വെക്കുന്നു. ടു ഷോക്കോസ് NEP, ഈ പദ്ധതിയുടെ ലക്ഷ്യം NEP നടപ്പിലാക്കൽ തന്നെയാണ്. അപ്പോൾ NEP നടപ്പിലാക്കില്ല എന്ന് ഈ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശുദ്ധ കള്ളമാണ്, അസംബന്ധമാണ്. ഇനി ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ രാജസ്ഥാനിലെ ഒരു അനുഭവം അജിംസ് ചൂണ്ടിക്കാണിച്ചു, ശരിയാണ്. ഇവർ കർണാടക പറയുന്നുണ്ട്. എന്നാൽ കർണാടക ഇതൊരു കൃത്യമായി മനസ്സിലാക്കി. കർണാടകയിൽ BJPയുടെ കാലത്ത് ഇത് ഒപ്പുവെക്കുന്നു. പിന്നീട് വന്ന കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റ് BJP ഇത് ഒപ്പുവെക്കുമ്പോൾ അവിടുത്തെ പാഠപുസ്തകങ്ങളിലേക്ക് കടന്നു വന്ന ഈ വമ്പിച്ച കാവ്യവൽക്കരണത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു വലിയ ശുദ്ധി കലശം തന്നെ നടത്തുന്നുണ്ട്. പക്ഷെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെയാണ്, വിശേഷിച്ച് ഒരു ഇടതുപക്ഷ പാർട്ടി, ഇതിനകത്തൊക്കെ ഖണ്ഡിതമായ നിലപാട്, പൗരത്വ നിയമം ഞങ്ങൾ നടപ്പിലാക്കില്ല എന്ന് ഇവർ പറഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെ ഇരുന്ന് CPMന്റെ പ്രതിനിധി ഈ കിട്ടാനുള്ള ബാക്കി കാശിന്റെ കണക്ക് പറയുമ്പോൾ എനിക്ക് ബേജാറ് കൂടാണ്. ഇത്രയധികം പൈസ കർണാടകയിൽ രാജസ്ഥാനിൽ ശുദ്ധി കലശം നടത്തിയെന്നാണ് ഷിബു പറയുന്നത്. ഈ NEP നടപ്പാക്കി കൊടുക്കാമെന്ന് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് BJP ആണ് ഒപ്പിട്ടത്. കൃത്യമായിട്ട് അല്ല, അവരെന്ത് ശുദ്ധീകരണം ഞാൻ പറയാം, ഞാൻ അതിലേക്ക് വരികയാണ്. ഇതിന്റെ ഒരു വെല്ലുവിളിയാണ് ഞാൻ പറയുന്നത് അജിംസേ. ഈ പണം ഈ കർണാടകയിൽ BJP ഇത് ഒപ്പുവെച്ചു, പിന്നെ ഇതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. അവിടുത്തെ പുസ്തകങ്ങളിൽ ഹെഡ്ഗവാറിനെ കുറിച്ച് പാഠഭാഗങ്ങൾ ചേർത്തു, അതേപോലെ തന്നെ സവർക്കറെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ചേർത്തു, സാവിത്രിഭായ് ഭൂലെയെ കുറിച്ചും അംബേദ്കറിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ ഒഴിവാക്കി. കർണാടകയിൽ കോൺഗ്രസ് മന്ത്രിസഭ എവിടെ സോഴ്സ് തരാൻ വെറുതെ പറയുന്ന ശീലം എനിക്കില്ല. ഈ ഹെഡ്ഗവാറിനെ കുറിച്ചും ഗോൾവർക്കറെ കുറിച്ചുള്ളത് ഒഴിവാക്കി, സാവിത്രിഭായ് ഭൂലെയെ കുറിച്ചും പിന്നെന്താണ് അംബേദ്കറെ കുറിച്ചുള്ള പാഠഭാഗങ്ങൾ ചേർത്ത് അവിടുത്തെ പാഠപുസ്തകങ്ങൾ ശുദ്ധീകരിക്കേണ്ടി വന്നു. എന്നാൽ അവർക്ക് പിന്മാറാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ പറഞ്ഞല്ലോ എപ്പോ വേണമെങ്കിലും പിന്മാറാമെന്ന്. ആ കരാറിന്റെ അവസാനം എവിടെ ഒഴിവാക്കില്ലെന്ന് ചുമ്മാ റജി ലൂക്കോസ് പറഞ്ഞാൽ മതി, എന്റെ രേഖയുണ്ടെന്ന് ഞാൻ കാണിക്കാം. അവിടെ ഒഴിവാക്കി. കർണാടകയിൽ അവിടുത്തെ പാഠപുസ്തകം സമ്പൂർണ്ണമായും അവിടുത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ശുദ്ധീകരിച്ചു. ഇനി നിങ്ങളിപ്പോ ചെയ്തു വെക്കുന്ന അപകടം എന്താണെന്നറിയോ? ഇത് വലിയ തർക്കത്തിലേക്ക് പോവാ ജിംസേ. അടുത്ത കരിക്കുലം വർഷം ഇപ്പൊ ഒരു പാഠപുസ്തകം അച്ചടിച്ചിട്ടുണ്ട് കേരളത്തിൽ. ഈ കേരളത്തിലെ ഗവൺമെന്റ് ഞാൻ അങ്ങോട്ട് പറയുന്ന കേൾക്കുന്നേ, ഞാൻ അങ്ങോട്ട് അത് കോൺഗ്രസ്സുകാരോട് ചോദിക്കരുത്. ഞാൻ പറയാം അജിംസ്, ഇതിന്റെ വെല്ലുവിളി അടുത്ത വർഷം ഒരു ഇൻഡാസ് ഇങ്ങോട്ട് വരും. നിങ്ങൾ പാഠപുസ്തകം ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കൂടി പരിഗണിക്കാതെ പാഠപുസ്തകം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ പിണറായി പറയുന്നത് നടപ്പില്ല, 2000 കോടി റെഡിയാണ്, അപ്പോൾ എന്നാ ചേർക്കേണ്ട ഇങ്ങോട്ട് തന്നോളൂ, ഞങ്ങൾ ചേർത്തോളാം എന്ന് പറഞ്ഞ് ചേർക്കാൻ ഒരു മടിയുമില്ല എന്നിവർ തെളിയാക്കി. കിട്ടാനുള്ള കുടിശ്ശികയുടെ കണക്ക് കേൾക്കുമ്പോൾ എനിക്ക് ബേജാറ് കൂടുക. കാരണം അതിൽ നിന്ന് ഒരു 2000 കോടി മേശപ്പുറത്ത് എടുത്ത് വെച്ചിട്ട് എന്നാൽ നമുക്ക് ഈ പൗരത്വ നിയമവും ഈ പറയുന്ന RSSന്റെ ബാക്കി എല്ലാ പരിപാടികളും കൂടി നടപ്പാക്കിയാലോ എന്ന് ചോദിച്ചാൽ 2 കൈയും നീട്ടി 2000 കോടിയും വാങ്ങി RSSന് കേരളത്തെ വിട്ടുകൊടുക്കാൻ മടിയില്ലാത്ത ആളാണ് താനെന്ന് പാർട്ടി കോൺഗ്രസിനെ, പാർട്ടി കേന്ദ്ര കമ്മിറ്റിയെ, പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെ, 5 പതിറ്റാണ്ടായി കൂടെ നിൽക്കുന്ന ഘടകകക്ഷിയെ ഒരു ഉളുപ്പുമില്ലാതെ ചതിച്ചിട്ട് ശിവൻകുട്ടിയെ പറഞ്ഞു വിട്ട് ഈ കരാർ ഒപ്പിച്ചിട്ട് സാക്ഷാൽ പിണറായി വിജയൻ ചെയ്യും എന്ന യാഥാർത്ഥ്യം ഇപ്പൊ കേരളത്തിന്റെ മുൻപിലുണ്ട്. അതിന് മറികടക്കാൻ ഈ അശോക് ഗെഹ്ലോട്ടും കർണാടകയൊന്നും മതിയാവില്ല എന്ന സൽബുദ്ധി യഥാർത്ഥ സഹയാത്ര എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ
അഫയേഴ്സ് സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞത് Yes, അജിംസ്. ഏതെങ്കിലും നിർബന്ധിത സാഹചര്യത്തിൽ ഒപ്പിട്ടതല്ല. 1.5 കൊല്ലം മുമ്പ് തന്നെ സംസ്ഥാന സർക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത് ഒപ്പിട്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ പറയുമ്പോൾ ഞാൻ അതല്ലേ അജിംസെ പറഞ്ഞേ, അല്ല, ഈ 1.5 വർഷത്തിനിടയിൽ മന്ത്രി വി ശിവൻകുട്ടിയെ എത്രയോ തവണ NEP-ക്കെതിരെ സംസാരിച്ചിരുന്നു. അപ്പോൾ ശിവൻകുട്ടി ഇത് അറിയുന്നില്ലേ? ആരാണ് ഈ ഒപ്പിട്ടോളാം എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ പാർട്ടി കോൺഗ്രസിനെ കുറിച്ച് ഞാൻ പറഞ്ഞ ഡേറ്റ് അടക്കം പറഞ്ഞു. അതുകൊണ്ടാണ് ജിംസ്, ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ പാർട്ടി കോൺഗ്രസ് NEP-ക്കെതിരെ ഈ വമ്പിച്ച ചർച്ച നടത്തുമ്പോൾ 1 കൊല്ലം മുൻപ് ഈ രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭ ഇത് ഒപ്പിടാനുള്ള സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശിവൻകുട്ടിയൊക്കെ ഒരുപക്ഷെ കഥയറിയാതെ ആട്ടം കണ്ടതാവും. ഇതിന്റെ മർമ്മം ഇത് CPM സംസ്ഥാന സെക്രട്ടറിയും ശിവൻകുട്ടിയൊക്കെ അക്ഷരാർത്ഥത്തിൽ ഇരുട്ടത്താണ്. കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് മുഖ്യമന്ത്രി അങ്ങോട്ട് പോയിരുന്നു. സ്വന്തം സംസ്ഥാന മുഖ്യമന്ത്രിമാർ വന്നാൽ പോലും അവർ ഔദ്യോഗിക വസതിയിൽ കാണുന്ന ഈ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അമിത്ഷായുടെ വീട്ടിലെ സ്വീകരണ മുറിയിലെ പതുപതുത്ത മെത്തയിൽ പിണറായി വിജയൻ വിനീത വിധേയനായിരിക്കുന്നത് കേരളം കണ്ടിട്ടുണ്ട്. മകന് ED നോട്ടീസ് പോയിട്ടുണ്ട്. മകൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ഒരാളെ പോലും വെറുതെ വിടാത്ത അമിത്ഷായുടെ ED 3 കൊല്ലം മുൻപ് ഒരു നോട്ടീസ് ആ ചെക്കന് കൊടുത്തിട്ട് പിന്നെ അവന്റെ പുറകെ പോവാത്തത് ഇത്തരം ഒത്തുതീർപ്പുകൾക്ക് വേണ്ടിയാണ്. 2 മക്കളുടെ സുരക്ഷ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് അമിത്ഷാ വിലപേശാൻ ഇറങ്ങിയാൽ പിടിച്ചു നിൽക്കാനുള്ള ത്രാണി തനിക്കില്ല, താനൊരു ദുർബലനായ പിതാവ് മാത്രമാണ് എന്ന ഇരട്ടച്ചങ്ങൻ തെളിയിച്ചതിന്റെ ഗതികേടാണ് ശിവൻകുട്ടി മുതൽ ഈ ചർച്ചയിലിരിക്കുന്ന റെജി ലൂക്കോസ് വരെ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അജിം സാഹബ്, ഷാഹു പ്രസാദ്, ഈ സർക്കാരിനെ വലിച്ചു താഴെ ഇറക്കാൻ ഈ തടിയൊന്നും പോരാ എന്ന് അമിത്ഷായെ വെല്ലുവിളിച്ച പിണറായി വിജയൻ, അത് 2016 നവംബറിലെയോ മറ്റോ കാഴ്ചയാണ്. അതിനുശേഷം അദ്ദേഹം അത്ര ശക്തമായ രാഷ്ട്രീയമോ അല്ലാതെയുള്ള വിമർശനം അമിത്ഷായ്ക്കോ മോദിക്കെതിരെ ഉയർത്തിയത് നമുക്കറിയില്ല. പക്ഷേ ആ അമിത്ഷായുടെ മുമ്പിൽ പോയിരുന്ന് മാവോയിസ്റ്റ് ഭീഷണി ഇല്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം എന്ന കേന്ദ്രത്തിൻ്റെ നിലപാട് മാറ്റി ഇവിടെ മാവോയിസ്റ്റ് ഭീഷണി ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നു. കൂടുതൽ അതിനുവേണ്ടിയുള്ള മാവോയിസ്റ്റ് വേണ്ടിയൊക്കെയുള്ള കേന്ദ്ര സഹായം അഭ്യർത്ഥിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നത് നാം കണ്ടു. അത് ആ മുന്നണിക്കുള്ളിൽ അതൊരു പ്രശ്നമായിരിക്കാം. പക്ഷെ നോക്കൂ, ആ സന്ദർശനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുടെ ടൈം ലൈൻ എടുത്ത് നോക്കുക. ആ സന്ദർശനത്തിന് തൊട്ടുടനെയാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേകിനെതിരായിട്ടുള്ള ED സമൻസിനെ കുറിച്ചുള്ള വാർത്ത വരുന്നത്. അതിന് തൊട്ടുടനെയാണ് ഞങ്ങളിപ്പോൾ ഒപ്പിടാൻ പോകുന്നു എന്ന് പറയുന്നത്. ഇതൊക്കെ കൂട്ടി വായിക്കണോ? വായിക്കേണ്ടവർക്ക് കൂട്ടി വായിക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, പിണറായി വിജയൻ അമിത്ഷായുടെ അടുത്ത് അല്ല പോയത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അടുത്താണ് പോയത്. അത് നമ്മൾ ആ ഒരു അടിസ്ഥാനപരമായ വ്യത്യാസം മനസ്സിലാക്കി സംസാരിക്കണ്ടേ. എന്ത് തന്നെയായാലും ഇപ്പൊ ആരാണെങ്കിലും അത് അങ്ങനെയല്ലേ വേണ്ടത്. അതിൻ്റെ അകത്ത് ഞാൻ പ്രത്യേകിച്ച് അനൗചിത്യമൊന്നും കാണുന്നില്ല. നമ്മൾ ഫേസ്ബുക്കിലും മറ്റുള്ള സമയത്ത് ട്രോളുമ്പോൾ പണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞല്ലേ, നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സമീപത്ത് പോകേണ്ടി വന്നില്ലേ എന്നൊക്കെ പറയും എന്നുള്ളതല്ലാതെ അതൊരു തമാശയായിട്ട് ഞാൻ അതിനെ കാണുന്നുള്ളൂ. അങ്ങനെയുള്ള തന്നെ. പക്ഷെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്താണ്? അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്. ആ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ഇവിടുത്തെ നമ്മുടെ ഇതനുസരിച്ച് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പോയി കാണുന്നു, സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യുന്നു, കാര്യങ്ങൾ പറയുന്നു, അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നടക്കുന്നതിന് എന്തിനാണ് നിങ്ങൾ ഇതിലേക്ക് ഇത്ര വലിയ എഴുതാപ്പുറം വായിക്കുന്നത്? ശരി, നമുക്ക് ആസ്വദിക്കാം, തമാശകളും ട്രോളും ഒക്കെ ആസ്വദിക്കാം. എന്നതിനപ്പുറം ഉള്ള ഒരു കാര്യമൊന്നും അതിൻ്റെ അത് കാണേണ്ട കാര്യമില്ല. അത് അത്രയേ ഉള്ളൂ. ഞാനതിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും കേരള മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യേണ്ടതാണ്. തീർച്ചയായും തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റും ആഭ്യന്തരമന്ത്രിയും അങ്ങനെ ചെയ്യേണ്ടതാണ്. അത് ഔചിത്യമാണ്, കേവല ഔചിത്യമാണത്. ജനാധിപത്യ രാജ്യമല്ലേ. ഈ രണ്ടും ജനങ്ങൾ തെരഞ്ഞെടുത്ത 2 ഭരണകൂടങ്ങളുടെ പ്രതിനിധികളല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ മനസ്സിലാക്കി, കാര്യം ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ ഒരു ഔചിത്യബോധം തീർച്ചയായിട്ടും കേരള സർക്കാരിന് ഉണ്ടായിട്ടുണ്ട്. അതിനനുസരിച്ചാണ് അവർ തീരുമാനം. ചിലപ്പോൾ അങ്ങനെ നയങ്ങൾ മാറ്റേണ്ടി വരും. ഇതുവരെ സ്വീകരിച്ചിരിക്കുന്ന നയങ്ങൾ ഞങ്ങൾ അമ്മിക്കല്ല് പോലല്ല, അത് മാറ്റാൻ പറ്റില്ല എന്നുള്ളതല്ല. മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റേണ്ട സമയത്ത് മാറ്റണം. നയങ്ങൾ മാറ്റേണ്ടി വരും. ചിലപ്പോൾ ഇന്നലെ പറഞ്ഞതിനെതിരെ പറയേണ്ടി വരും. അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ തന്നെയാണ് ഈ ഭരണകൂടവും ഒക്കെ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയൊക്കെ ഇപ്പൊ ഇടതു മുന്നണി അങ്ങനെ നയം മാറ്റിയത് ആദ്യമായിട്ടാണോ? ഒന്നുമല്ലല്ലോ. എന്തായിരുന്നു ഇവിടുത്തെ +2 പ്രൈവറ്റ് മേഖല +2 വരുന്നതിനോട് എന്തായിരുന്നു ഇടതു മുന്നണിയുടെ പ്രശ്നം? എന്തായിരുന്നു? പണ്ട് പ്രീ ഡിഗ്രി ബോർഡ് സമരം നമുക്ക് ഓർമ്മയുണ്ട്. സ്വകാര്യ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുന്നതിന് അവർക്ക് 5 രക്തസാക്ഷികൾ വരെ ഉണ്ടായതാണ്.
അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അവർ മാറ്റിയിട്ടുണ്ട്. കാലത്തിനനുസരിച്ച് കാര്യങ്ങൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുമ്പോൾ എല്ലാവർക്കും പലതും മാറ്റേണ്ടി വരും. ഞാനത് എങ്ങനെ കാണുന്നുള്ളൂ. ശരി, ആ കാലത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളതാണ് ഈ പറയുന്ന ധാരണാപത്രത്തിലുണ്ട്. NEP നടപ്പാക്കണമെന്ന്, അതിൽ ഒപ്പിട്ട് കൊടുത്തിട്ട് അത് നടപ്പാക്കില്ല എന്നും മന്ത്രി പ്രഖ്യാപിക്കുന്നുണ്ട്. ഞങ്ങൾ നടപ്പാക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട്. മുമ്പ് NEPക്ക് എന്താ കുഴപ്പമെന്ന് VC കൂടി ചോദിച്ചിരുന്നു. CPI ആയിട്ട് മെരുങ്ങിയിട്ടുമില്ല. ഇനി കോൺഗ്രസ് സർക്കാർ കർണാടകയിൽ ചെയ്തതുപോലെ തൽക്കാലം പെട്ടുപോയി, ഇനി പരമാവധി അപകടം കുറയ്ക്കാനുള്ള ഡാമേജ് കൺട്രോൾ മെക്കാനിസം എങ്കിലും ചെയ്യാം എന്നതായിരിക്കുമോ CPM-ന്റെ ലൈൻ? അല്ല, ഇവിടെ അതിനോട് മറുപടി പറയുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഷിബു മീര എന്നോട് കോൺഗ്രസിനോട് ചോദിക്കാൻ പറഞ്ഞു, ഹിമാചൽ പ്രദേശിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ. അപ്പോൾ ഈ കോൺഗ്രസിനോട് ചോദിക്കുന്ന പോലെ തന്നെ VD സതീശനോട് ചോദിക്കാൻ പറ്റുമോ? താങ്കൾ എന്തിനാണ് മുസ്ലിം ലീഗിന് ഔദ്യോഗികമായിട്ട് ബീരാൻ ഈ ചർച്ചയെ പറഞ്ഞാൽ മതി. VD സതീശൻ പറഞ്ഞതിനെ ഞങ്ങൾ തള്ളിക്കളയുന്നു, അതുപോലെ ശശി തരൂർ പറഞ്ഞതിനെ ഞങ്ങൾ തള്ളിക്കളയുന്നു. ഹിമാചൽ പ്രദേശ് നടപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിനോട് ചോദിക്കേ. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് ആ കക്ഷിയിലെ അവിടുത്തെ മുന്നണിയായിട്ടിരിക്കുന്നത്? ഇതേ മുന്നണി പ്രശ്നമല്ലേ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നുമല്ല കാര്യം. കേരളം അതിനകത്ത് ഒപ്പിട്ടു, നിസ്തർക്കമായിട്ട് ഒപ്പിട്ട യാഥാർത്ഥ്യമാണ്. ഇതൊരു ഫെഡറൽ സിസ്റ്റമാണ്. ഇവിടെ എല്ലാ കാലവും കാലാകാലങ്ങളായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തി അടിസ്ഥാന പോളിസിയിൽ നിന്ന് വ്യതിചലിക്കാതെ കണ്ട് നേട്ടങ്ങൾ നേടാൻ വേണ്ടിയിട്ട് ഒരു ഗവൺമെന്റ് തുനിയുമ്പോൾ അതിനെ നിങ്ങൾ ഈ പഴഞ്ഞ സിദ്ധാന്തമായിട്ട് കൂട്ടിക്കിട്ടുന്ന നേട്ടമാണോ? അല്ല റെജി ലൂക്കോസ്, നിസ്സഹായാവസ്ഥ എന്നൊക്കെ പറയുന്നത് എന്ത് നേട്ടം എന്നാണ് നിങ്ങൾ പറയുന്നത്? നിസ്സഹായാവസ്ഥ, പണം കിട്ടണം, അതിനുള്ള നിസ്സഹായാവസ്ഥ എന്ന് പറയാം. ഇതിൽ എന്ത് നേട്ടമാണോ ഉള്ളത്? നേട്ടം മാത്രം അല്ല, പണം കിട്ടുക എന്ന് പറയുന്ന ചെറിയ കാര്യമാണ്. വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള പണം കിട്ടണം. അതെന്താ? ഞാൻ നിങ്ങളോട് നേരത്തെ അജിംസ് എന്നെ തടഞ്ഞു. 1,80,000 ഭിന്നശേഷിക്കാരെ കുട്ടികളുണ്ട് ഇവിടെ. ആ 1,80,000 കുട്ടികളുടെ വീടുകളിൽ പോയി സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള അധ്യാപകർ ക്ലാസ് എടുക്കുന്നുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് 4 മാസമായിട്ട് അവർക്ക് ശമ്പളമില്ല, കേവലം 3,500 രൂപ. എന്താ അതിന്റെ കാരണം എന്തുകൊണ്ടാ? റെജി സംസാരിക്കുന്നത് കേൾക്കുന്ന CPM-ന്റെ അണികൾ അവർ ദേശാഭിമാനി വായിക്കുന്നവരായിരിക്കുമല്ലോ. അവർ 2022 സെപ്റ്റംബർ 15 ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു ലേഖനം വായിച്ചിട്ടുണ്ടാവും. ആ ലേഖനത്തിന്റെ തലക്കെട്ട് ഇതാണ്: ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ PM ശ്രീ. ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ PM ശ്രീ ദേശാഭിമാനി ലേഖനമാണ്. ആ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്ന PM ശ്രീയിലാണ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ V ശിവൻകുട്ടിയുടെ വകുപ്പ് ഒപ്പിട്ടിട്ടുള്ളത്. ഇത് നിങ്ങൾ ഈ പാർട്ടി അണികളോട് എങ്ങനെ വിശദീകരിക്കുന്നു പറഞ്ഞാൽ മതി. അല്ല, ഒരു 10-35 വർഷമായിട്ട് ഞാൻ ഈ ദേശാഭിമാനി വായിക്കുന്ന ഒരാളാണ്. ഈ വാർത്തകളെല്ലാം ഇതൊക്കെ നമ്മളും എല്ലാവരും വായിക്കുന്നത്. ഞാനൊരു 4 പത്രം ഡെയിലി വായിക്കുന്നുണ്ട്. ഇവിടെ ഞാൻ വളരെ അടിസ്ഥാനപരമായിട്ട് രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, PM ശ്രീ എന്ന് പറഞ്ഞ പദ്ധതി അനിവാര്യമായിട്ട് കേരളത്തിൽ ആവശ്യം എന്തുകൊണ്ടാണ്? മറ്റിപ്പോൾ തമിഴ്നാട് സർക്കാരിനെ കുറിച്ച് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനമാണ്. എന്നാൽ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്ന PM ശ്രീ കേരളത്തിൽ അനിവാര്യമാണ് എന്നുള്ളത് CPM-ന്റെ നയമാണോ? ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്ന PM ശ്രീ കേരളത്തിൽ നടപ്പാക്കേണ്ടത് അനിവാര്യമാണോ? എങ്കിൽ പാർട്ടി അണികളോട് പറയുമോ? ഒറ്റ ചോദ്യം, PM ശ്രീയിൽ എവിടെയാണ് ഹിന്ദുത്വ അജണ്ട ഉണ്ടെന്ന് അജിംസ് എന്ന് പറയാമോ? ഞാനത് മുഴുവൻ വായിച്ചു. അല്ല, ഞാനല്ല ദേശാഭിമാനി പറഞ്ഞത്. ദേശാഭിമാനി, ഞാനല്ല ഇത് പറയുന്നത്, ദേശാഭിമാനിയാണ്. ഞാനല്ല പറയുന്നത്, ദേശാഭിമാനിയാണ്. അത് NEP-യെ കുറിച്ചാ. അല്ല, അത് NEP-യെ കുറിച്ച് പോലുമല്ല. NEP-യെ കുറിച്ച് പോലുമല്ല. ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ PM ശ്രീ പദ്ധതിയെ കുറിച്ചാണ്. PM ശ്രീ എന്ന പദ്ധതിയെ കുറിച്ചാണ്. അല്ല, അത് ശരിയാണെന്നേ. ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനായിട്ട് ഈ ഗവൺമെന്റ് അംഗീകരിക്കത്തില്ല. പക്ഷേ എന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഞാൻ പോയിന്റിലേക്ക് വരും. ഇവിടുത്തെ അജിംസ് ഇടപെടുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ട ആദരണീയായ നമ്മുടെ രാഷ്ട്രപതി കേരളത്തിൽ വന്ന് പാലാ സെന്റ് തോമസ് കോളേജ്, ഞാൻ ആ പരിപാടി പങ്കെടുത്തതാണ്. അവർ പറഞ്ഞെന്താ അറിയോ? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേരളം മാതൃകയാണ്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ കാര്യത്തിൽ മാതൃകയാണ്. അതിലൊന്നും ഒരു തർക്കമില്ല റജി. ആ കാര്യത്തിലൊന്നും ഇവിടെ ആർക്കും തർക്കമില്ല. അതിനൊന്നും ആരും ചോദ്യം ചെയ്തിട്ടില്ല. എന്റെ ചോദ്യം, ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്ന PM ശ്രീ എന്ന പദ്ധതി, ആ പദ്ധതി ഒപ്പിടുമ്പോൾ CPM എന്ന പാർട്ടി അതിന്റെ അണികളോട് പറയുമോ ഇത് ഹിന്ദുത്വ അജണ്ടയുള്ള PM ശ്രീ അല്ല എന്ന് പറയുമോ? അതല്ല, ഹിന്ദുത്വ അജണ്ട നമുക്ക് അത്യാവശ്യമാണ് എന്ന് പറയുമോ? അതല്ല, ഈ PM ശ്രീ നടപ്പാക്കാൻ വേണ്ടി MOU-ൽ ഒപ്പിട്ടത് കേരളം നേടിയ ഒരു വലിയ നേട്ടമാണെന്ന് വിശദീകരിക്കുമോ? എന്ത് പറയും നിങ്ങൾ? അജിംസ് കുറേ നേരമായിട്ട് ഈ കൂർമ്മമായ ചോദ്യം എന്നോട് ചോദിക്കുന്നുണ്ട്. ആ വീട്ടിലൊന്നും ഞാൻ വീഴത്തില്ല, കേരളത്തിലെ ജനങ്ങളും വീഴത്തില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യം എന്താണോ അത് ഈ സർക്കാർ നൽകും. അത് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിക്കകത്ത് ഒരു ഹിന്ദുത്വ അജണ്ടയുണ്ട്. 3 മെയിൻ പോയിന്റ് അതിനകത്തുള്ളത്. ദേശാഭിമാനി കള്ളം പറഞ്ഞതാണോ?
റെജി ലൂക്കോസ്, ഇത് ഞാൻ പറഞ്ഞതല്ല, ദേശാഭിമാനി പറഞ്ഞു. ദേശാഭിമാനി കള്ളം പറഞ്ഞു. അല്ലെന്ന് ഈ പദ്ധതിക്കകത്തുള്ളത് എന്നാണെന്ന് ഞാൻ പറയാന്നേ. അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തമല്ല. നിങ്ങൾക്ക് ഇപ്പൊ എങ്ങനെയാലും ഹിന്ദുത്വ അജണ്ട CPM അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കണം എന്നുള്ള നരേഷൻ കേരളത്തിലെ ഞാനല്ല പറയുന്നത്, ദേശാഭിമാനിയാ. അതുപോലും ഞാനല്ല പറയുന്നത്. PM ശ്രീ ഹിന്ദുത്വ അജണ്ടയാണെന്ന് പറയുന്നത് ദേശാഭിമാനിയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല PM ശ്രീ പദ്ധതി ഹിന്ദുത്വ അജണ്ടയാണെന്ന് ഞാൻ പറഞ്ഞില്ല. ദേശാഭിമാനി പറയുന്നു. ദേശാഭിമാനി കള്ളം പറഞ്ഞാണോ? അതുകൊണ്ടാണല്ലോ ഈ ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലകളിൽ ചരിത്രത്തെ വക്രീകരിച്ചുകൊണ്ട് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച കാവ്യവൽക്കരണത്തിനെതിരെ ഇന്ത്യൻ ചരിത്രം ഇതാണെന്നും പറഞ്ഞുകൊണ്ട് പുസ്തകം തന്നെ പഠിക്കാനായിട്ട് നൽകിയ സർക്കാർ ഇതാ. അത് തന്നെയാണ് നേരത്തെ ഇവിടെ അങ്ങനെ ഒരു സർക്കാർ ആയിരുന്നു റെജി ലൂക്കോസ്, അങ്ങനെ ഒരു സർക്കാർ ആയിരുന്നു. ഗവൺമെന്റിനെതിരെ ഈ സെപ്റ്റംബർ 16-ാം തീയതി അല്ല ഒക്ടോബർ 16-ാം തീയതി ഒപ്പിടുന്നവരെ അങ്ങനെ ഒരു സർക്കാർ തന്നെയായിരുന്നു കേരളത്തിലെ സർക്കാർ. കേരളത്തിലെ സർക്കാർ കാവ്യവൽക്കരണത്തെ എതിർത്തൊരു സർക്കാർ തന്നെയായിരുന്നു, ഒരു സംശയമില്ല. എന്നുവരെ ഈ 16-ാം തീയതി MOU ഒപ്പിടുന്നവരെ. ഇപ്പോഴും പിന്നെ അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളല്ലേ? ഞാൻ വ്യാഖ്യാനിച്ചത് ദേശാഭിമാനി വ്യാഖ്യാനിച്ചാണ്. ഞാൻ വ്യാഖ്യാനിച്ചതല്ല, ദേശാഭിമാനി പറയുന്നതാണ്. PM ശ്രീ എന്ന് പറയുന്നത് ഹിന്ദുത്വ പദ്ധതിയാണ്, ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുന്ന പദ്ധതിയാണ്. ദേശാഭിമാനി പറയുന്ന PM ശ്രീയിൽ ഈ സർക്കാർ CPM-ന്റെ സർക്കാർ ഒപ്പിട്ടു. അപ്പോൾ അതിനർത്ഥം ദേശാഭിമാനി പറയാണ് ഈ സർക്കാർ ഹിന്ദുത്വ സർക്കാരാണെന്ന് ദേശാഭിമാനി പറയുന്നത്, ഞാനല്ല. അല്ല, ആ ദേശാഭിമാനി ഞാൻ 2 പ്രാവശ്യം വായിച്ചതാണ്. അതായത് ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാതെ കൊണ്ടാണ് PM ശ്രീ കേരളത്തിൽ കേരളത്തിൽ നടപ്പാക്കണമെന്ന് കേരളത്തിന്റെ ആധികാരികമായ സർക്കാർ വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ നിങ്ങൾ വീണ്ടും 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 ദേശാഭിമാനി എഴുതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഉദ്യോഗസ്ഥരോട് ഒപ്പ് തിരുത്തി മേടിക്കാൻ അല്ലെങ്കിൽ MOU റദ്ദാക്കാൻ പറയുമ്പോൾ ഈ ഒപ്പിട്ട MOU റദ്ദാക്കുമോ റെജി ലൂക്കോസ്? എന്നിട്ടേ പറഞ്ഞ കാര്യമുള്ളൂ, ഡയലോഗിന് കാര്യമൊന്നുമില്ല. ഒപ്പിട്ട MOU ഞങ്ങൾ റദ്ദാക്കുകയാണെന്ന് പറയോ? അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ്. അത് റദ്ദാക്കുമോ? ഒരു കാരണവശാലും റദ്ദാക്കത്തില്ല, ഒരു കാരണവശാലും റദ്ദാക്കത്തില്ല. ഒപ്പിട്ട PM ശ്രീ പദ്ധതി ഹിന്ദുത്വ അജണ്ടയുള്ള പദ്ധതിയാണെന്ന് പാർട്ടിയുടെ മുഖപത്രം എഴുതിയിരിക്കുന്നു. എന്നിട്ട് ആ MOU ഒപ്പിട്ടിട്ട് പറയുന്നു ഞങ്ങൾ നടപ്പാക്കില്ല എന്ന്. ഇതിനാണ് 2 തരം വർത്താനം എന്ന് പറയുന്നത്. അല്ല, അത് 2 തരം ഒന്നുമല്ല, അത് യഥാർത്ഥ പോളിസിയാണ്. എന്താ പോളിസി? ഒരു കാരണവശാലും ഹിന്ദുത്വ അജണ്ട അവിടെ നടപ്പിലാക്കത്തില്ല. PM ശ്രീയിൽ എഴുതി വെച്ചിരിക്കുന്ന 3 ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് പറയിപ്പിക്കാനായിട്ട് അജിം സെന്റർ സമ്മതിക്കത്തില്ല. ഒന്ന് സ്പോർട്സ്, 1,10,00,000 രൂപയിൽ 60% വഹിക്കുന്നവരെ കേന്ദ്ര സർക്കാർ. രണ്ടാമത്തെ എന്താണ്? ശാസ്ത്ര സാഹിത്യ മേഖലയിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസുകൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. മൂന്നാമത്തെ ലോകം മുഴുവനും കേരളത്തിലില്ലാത്ത സ്പോർട്സ്, കേരളത്തിലില്ലാത്ത വിദ്യാഭ്യാസ രംഗത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്താണ് കേന്ദ്രം തരാൻ പോകുന്നത്? കേരളത്തിലില്ലാത്ത എന്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ് നരേന്ദ്രമോദി നിങ്ങൾക്ക് തരാൻ പോകുന്നത്? അജിംസ് അങ്ങ് ഒരിക്കലും അങ്ങനെ ചോദിക്കാൻ പാടില്ല. കേരള സർക്കാരിന്റെ ഒരു പ്രോജക്റ്റും കേരള സർക്കാരിന്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള ലേറ്റസ്റ്റ് ടൂൾസും ഇംപ്ലിമെന്റ് ചെയ്യാൻ പാടില്ല എന്ന് അതിനകത്തുണ്ടോ? നിങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്? അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ചോദിക്കുന്നതല്ല, നിങ്ങൾ എന്തോ വലിയ നേട്ടമായിട്ട് പറയുന്ന PM ശ്രീ പദ്ധതിയിലെ 3 കാര്യങ്ങളിൽ റെജി ലൂക്കോസ് ഉരുളരുത്. നിങ്ങൾ റെജി തന്നെ പറഞ്ഞു വലിയ കാര്യമായ 3 കാര്യങ്ങൾ നോക്കൂ. ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ടുവരുന്നു. എന്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യ തരുന്നത്? കേരളത്തിലില്ലാത്ത എന്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യ മോദി നിങ്ങൾക്ക് തരിക? അല്ലല്ലോ, കേരളത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്ക് പോലുള്ള ഫണ്ട് അത് കൂടുതൽ പരിപോഷിക്കാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള ഫണ്ടാണ് ഈ ഞാൻ പറഞ്ഞ 2ാമത്തെ പ്രോജക്റ്റ് ഉള്ളത്. അപ്പൊ ഇനി നിങ്ങൾക്ക് ഫണ്ട് തന്നാൽ ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നുള്ളൂ റെജി, ഫണ്ട് ഇനിയും തരും. മോദി എത്ര വേണമെങ്കിലും ഫണ്ട് തരും നിങ്ങൾക്ക്. മോദി ഉത്തർപ്രദേശിൽ കൊടുക്കുന്ന പോലെ നിങ്ങൾക്ക് ഫണ്ട് തരും. ഫണ്ട് തന്നാൽ നിങ്ങൾ പൗരത്വ CA നടപ്പാക്കുവോ? കേരളത്തിൽ? അജിംസ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയോ? ISRO ഒരു ബ്രാഞ്ച് തുമ്പയിലുണ്ട്, ശ്രീഹരിക്കോട്ടയിലുണ്ട്. ISRO നടത്തുന്ന പ്രോജക്റ്റുകൾക്ക് നമ്മളെല്ലാവരും അതിന് ബെനിഫാക്ടേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് ISRO പ്രോജക്റ്റിൽ ഫണ്ട് കേന്ദ്ര സർക്കാർ കൊടുക്കുമ്പോൾ അത് കേരള സർക്കാരിന് എങ്ങനെ ഗുണം ചോദിക്കുന്ന ചോദ്യത്തിന് എന്തായാലും പ്രസക്തിയുണ്ട്. എന്ന് പറഞ്ഞ പോലെ അജിത് സുബൈനോട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇനി ഫണ്ട് തരും. മോദി ഫണ്ട് ഇഷ്ടം പോലെ തരും, വാരിക്കോരി തരും. നിങ്ങൾ CA നടപ്പാക്കുവോ? ഈ നിങ്ങൾ തന്നെ പറഞ്ഞ ഹിന്ദുത്വ പദ്ധതി എന്ന് പറഞ്ഞ PM ശ്രീ നിങ്ങൾ നടപ്പാക്കി. ഫണ്ട് കിട്ടിയാൽ നിങ്ങൾ CA നടപ്പാക്കുവോ? നിങ്ങൾ എന്താ നടപ്പാക്കാതിരിക്കുക? CAക്കെതിരെ 2ാമത്തെ യുനാനിമസ് ആയിട്ടുള്ള ഇത് പ്രമേയം പാസ്സാക്കി കേന്ദ്രത്തിൽ അയച്ച സർക്കാരിന്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിനാ. അത് നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇന്നും മതേതരപരമായിട്ടുള്ള ചിന്തകളും അതിനുള്ള അടിസ്ഥാനവും കേരളത്തിൽ തുടരുന്നത് ഈ ഇടതുപക്ഷം ഇവിടെ ഉള്ളതുകൊണ്ടാണ്.
ഈ RSSനെയും BJPനെയും പ്രിവെന്റ് ചെയ്യുന്ന ആരാ? ഞങ്ങളാണ്, ഈ പ്രസ്ഥാനമാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ദഹിക്കുന്നില്ലേ? ഓക്കെ റജി, ഈ അവകാശവാദങ്ങൾ നമുക്ക് മുഖവിലേക്ക് എടുക്കാമായിരുന്നു. നിങ്ങൾ ആ ഒപ്പിട്ട MOU റദ്ദാക്കുകയാണെന്ന് പറഞ്ഞത് ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഒപ്പിട്ട MOU തന്നെയാണ് വാലിഡിറ്റി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചോദിച്ചത്. ഷിബു മീരാൻ, ഈ ഹിന്ദുത്വ പ്രൊജക്ട് എന്ന് പറഞ്ഞ PM ശ്രീ ഹിന്ദുത്വ പ്രൊജക്ടാണ്, ദേശാഭിമാനിയാണ് പറഞ്ഞത്, മറ്റാരും പറഞ്ഞതല്ല. PM ശ്രീ ഹിന്ദുത്വ പ്രൊജക്ടാണെന്ന് പറഞ്ഞത് ഷിബു മീരാൻ, ഇത് ദേശാഭിമാനിയാണ് പറഞ്ഞത്. അത് അത്രമാത്രം ഗൗരവമുള്ള ഒരു വിഷയമായി ദേശാഭിമാനി കണ്ടിട്ടുള്ള, SFI കണ്ടിട്ടുള്ള, CPM കണ്ടിട്ടുള്ള, CPMന്റെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തതാണ്. ഇങ്ങനൊരു വിഷയത്തിൽ ഒളിച്ചുപോയി ഒപ്പിട്ടു. ഒളിച്ചുപോയി എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ അറിഞ്ഞിട്ടില്ല, മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തി, CPI ഇരുട്ടിൽ നിർത്തി. ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്ത് ഈ കാര്യം ചെയ്യണമെങ്കിൽ ഇത് ഫണ്ട് കിട്ടാൻ വേണ്ടി മാത്രമാണോ? ഒരിക്കലല്ല. ഇപ്പോ അജിംസ് തന്നെ റജി ലൂക്കോസിനോട് ചോദിച്ചല്ലോ, നമ്മൾ ആ MOU വായിച്ചാൽ അതിനകത്ത് ഈ ശാസ്ത്ര സാങ്കേതിക, ഇപ്പം അതിനകത്ത് ജൽജീവൻ എന്ന് വെച്ചാൽ സ്കൂളുകളിലെ ആവശ്യത്തിന് വെള്ളം ഉറപ്പാക്കുക, ടോയ്ലറ്റുകൾ ഉറപ്പാക്കുക. സത്യത്തിൽ ഈ PM ശ്രീ പദ്ധതിയും അതുവഴി തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളെ ഒരു പ്രത്യേക നിലവാരത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ. ഇപ്പൊ UP ഗവൺമെന്റ് കഴിഞ്ഞ വർഷം സുപ്രീം കോടതി കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ്, അവിടുത്തെ 3000 സ്കൂളുകളിൽ കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വെവ്വേറെ ടോയ്ലറ്റുകളില്ല, ആവശ്യത്തിന് വെള്ളമില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, നോർത്ത് ഇന്ത്യയിലെ ഒരു സ്കൂളിൽ അധ്യാപകൻ കള്ളു കുടിച്ച് ബോധം കെട്ട് മേശപ്പുറത്ത് കിടക്കുന്നു, കുട്ടികൾ അയാളുടെ ചങ്കത്ത് കയറിയിരുന്ന് കളിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഉത്തരേന്ത്യയിൽ പലപ്പോഴും വളരെയധികം പിന്നോക്കം നിൽക്കുന്ന, ഏറ്റവും അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാത്ത സ്കൂളുകൾ, 2 സ്കൂളുകളെ മാതൃകാ സ്കൂളുകളാക്കി കാണിച്ച് ബാക്കിയുള്ള സ്കൂളുകളെ കൂടി അതിലേക്ക് കൊണ്ടുവരാൻ നടപ്പാക്കിയ പ്രൊജക്റ്റാണ് ഈ PM ശ്രീ സ്കൂളുകളിലൂടെ. ആ പദ്ധതിയിലൂടെ കേരളത്തിലെ സ്കൂളുകൾക്ക് കിട്ടും എന്ന് പറയുന്ന നേട്ടങ്ങളെ പതിറ്റാണ്ടുകൾക്ക് മുൻപേ സ്വന്തമാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. അതിൽ ഇടതുപക്ഷത്തിന് റോളുണ്ട്, ഞങ്ങൾക്ക്. അപ്പോൾ അത്രയധികം മുന്നോട്ട് പോയ നമ്മൾ ഒന്ന്. രണ്ടാമത്തേത്, PM ശ്രീ 2 കൊല്ലമേ ഉള്ളൂ, ആകെ കിട്ടാനുള്ളത് ചുരുങ്ങിയ ഫണ്ട് മാത്രമാണ്. അപ്പോൾ ഒരു പറയുന്നത് എന്താണ്, വേറെ ചില ഫണ്ടുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നു. അവിടെയാണ് പ്രശ്നം. വേറെ ഫണ്ടുകൾ തടഞ്ഞു വെച്ചിട്ട് PM ശ്രീയിൽ ഒപ്പിടാതെ തരില്ല എന്ന് പറഞ്ഞപ്പോൾ താങ്കൾ പറഞ്ഞതിന് റജി ലൂക്കോസ് കോടതി വിധിക്കേണ്ടി വന്നില്ല. തമിഴ്നാട് കോടതിയിൽ ചെന്ന് കേന്ദ്ര സർക്കാരിന്റെ കയ്യിലേക്ക് ആ നോട്ടീസ് കിട്ടിയപ്പോഴേക്കും 538 കോടി രൂപ തമിഴ്നാടിന് ഗവൺമെന്റിന് അവർ റിലീസ് കൊടുത്തു. ഇത് അടിസ്ഥാനപരമായ രാഷ്ട്രീയ സമീപനത്തിന്റെ പ്രശ്നമാണ്. അതായത് ഇവർ പറയുന്നു ഞങ്ങളെ ഭരണമായി ഞെരുക്കുന്നു, ഫെഡറൽ സിസ്റ്റത്തെ തകർക്കുന്നു, പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുന്നു, CPMനും CPIക്ക് ഈ ഒരു ഒറ്റ നിലപാടാണ്, ഞങ്ങൾ RSSന് കീഴടങ്ങില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ തടഞ്ഞു വെച്ച 1500 കോടിയുടെ ഫണ്ട് വേണോ? എന്നാൽ നിങ്ങൾ ഇതുവരെയുള്ള എതിർപ്പ് മാറ്റിവെച്ച് ഇതിലേക്ക് ഒപ്പിടൂ എന്ന് പറയുമ്പോൾ ഇതിലേക്ക് ഒപ്പിട്ടു എന്ന അടിസ്ഥാനപരമായി കേന്ദ്ര സർക്കാരിന് കീഴടങ്ങുന്നു എന്ന ഇടത് സർക്കാരിന്റെ ഇന്റൻഷനാണ് പ്രശ്നം. ഇപ്പൊ CA പൂർണ്ണമായും പൗരത്വം സെൻട്രൽ ഗവൺമെന്റിന്റെ പരിധിയിൽ നിൽക്കുന്നൊരു വിഷയമാണ്. അതിനകത്തല്ല ഇവിടെ പിണറായി വിജയൻ അതിര് കടന്ന് കേരളത്തിൽ ഞാനിത് നടപ്പാക്കില്ല എന്നൊരു പ്രഖ്യാപനം നടന്നപ്പോൾ നമ്മൾ കുറെ ആളുകൾ എന്നതിന് കൈയടിച്ചല്ലോ. സത്യത്തിൽ അതിനകത്തൊന്നും കേരള സർക്കാരിന് ഒരു റോളും ഇല്ല. അതിനെ തടയാൻ ഡൽഹിയിലെ ഗവൺമെന്റ് മാറണമെന്ന് പറഞ്ഞതിന് ഞങ്ങൾ കുറെ ചീത്ത കേട്ടവരാണ്. ഒരു 2000 കോടി ഒരു ഭാഗത്ത് വെച്ച് മറുഭാഗത്ത് ഈ CAയും കൂടി എടുത്തു വെച്ചാൽ ചിലപ്പോൾ മൂപ്പര് അതും ഒപ്പിടും, അതിനപ്പുറത്തും ഒപ്പിടും. കാരണം ഇത് മൗലികമായ ഒരു നയവ്യതിയാനത്തിന്റെ ഒരു കീഴടങ്ങലിന്റെ തുടക്കമാണ്. നമ്മൾ തമിഴ്നാടിന് ഒറ്റ കൊടുത്തിരിക്കുന്നു. അല്ല, ഷിബു പറയുന്നത് ഈ നയവ്യതിയാനം എന്തുകൊണ്ടുണ്ടാവുന്നു എന്നാണ്. അതായത് ആ പാർട്ടിക്ക് നയവ്യതിയാനം ഉണ്ടായിട്ടില്ല, പാർട്ടി കോൺഗ്രസിൽ നയവ്യതിയാനം ഉണ്ടായിട്ടില്ല, CPIക്ക് നയവ്യതിയാനമില്ല, LDFനില്ല, ഈ സർക്കാരിന് നയവ്യതിയാനമില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? ഞാൻ പറയാം അജിംസ്. ഞാൻ അതാണ് കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞു, ഒന്നുകൂടി വ്യക്തമാക്കി ഞാൻ പറയാം. ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, അമിത്ഷാ നിയന്ത്രിക്കുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഒരു പൊതു സ്വഭാവം നമുക്കറിയാലോ. ലല്ലു പ്രസാദ് യാദവ് ജീവിത സായാഹ്നത്തിലാണ്. അദ്ദേഹത്തിന്റെ ജാമ്യം റദ്ദാക്കാൻ ഇവര് CBI കോടതി പോകുന്നുണ്ട്. പിന്നെ ഹേമന്ത് സോറൻ, സോണിയാഗാന്ധി ED നോട്ടീസ് കൊടുത്ത് 15 മണിക്കൂർ അവരെ ചോദ്യം ചെയ്ത്. രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്ത് 55 മണിക്കൂറാണ്. എന്നാൽ ഈ രാജ്യത്ത് എവിടെയും കേൾവിയില്ലാത്തൊരു സംഭവം, പ്രതിപക്ഷ സംസ്ഥാനത്തിന്റെ ഒരു മുഖ്യമന്ത്രിക്ക് ED ഒരു നോട്ടീസ് കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ മകൾ ഒരു കേസിൽ പ്രതിയായി വരുന്നു. ഈ സാക്ഷാൽ മുഖ്യമന്ത്രി തന്നെ ഒരു കേസിൽ പ്രതി, ആ എൻ്റയർ ഫാമിലി അവർ 3 കേസുകളിൽ പ്രതിയാണ്. മറ്റാരോടും കാണിക്കാത്ത ഒരു ദയാവായ്പ് അമിത്ഷാ മുഖ്യമന്ത്രിയോട് അദ്ദേഹത്തിന്റെ 2 കുട്ടികളോട് കാണിക്കുന്നുവെങ്കിൽ ഡീല് വളരെ കൃത്യമാണ്. ഈ പാർട്ടി സെക്രട്ടേറിയറ്റിനെയും ആ ചെങ്കൊടി ചുവപ്പിക്കാനും അത് ഉയരക്കെട്ടാനും ഇൻകുലാബ് വിളിച്ച റജി ലൂക്കോസ് അടക്കമുള്ള ആയിരക്കണക്കിന് പാർട്ടി സഖാക്കളെയും ഒറ്റുകൊടുത്ത് പിണറായി വിജയൻ ഒത്തുതീർപ്പുണ്ടാക്കിയെങ്കിൽ, ഇന്നലെ വരെ എതിർത്ത പദ്ധതി ആരോരും അറിയാതെ ഇവിടെ നടപ്പാക്കിയെങ്കിൽ അത് പുത്രസൗഖ്യത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാകുന്നത് സാമാന്യ ലോജിക്ക് വെച്ചിട്ടാണ്. അതിലിപ്പോൾ ആർക്കും സംശയമില്ല.
ശരി, ഷാവു പ്രസാദ്, ആ ലോജിക്ക് യഥാർത്ഥത്തിൽ അമിത്ഷായുടെ ചാണക്യൻ അല്ല, എന്നുള്ള അല്ല, പ്രിയപ്പെട്ട അല്ല, ഞാൻ ശിവു, പറയാം റജി ലൂക്കോസ്. ഷാബു പ്രസാദ്, പ്രിയപ്പെട്ട ശിവു, അമിത്ഷായെ നിങ്ങൾ ചാണക്യൻ എന്നൊക്കെയാണ് രണ്ട് തവണ അമിത്ഷായുടെ പാർട്ടിക്കാർ വിളിക്കാറുള്ളത്. മാറിക്കൊടുത്തത് അപ്പോ നിങ്ങൾ ആ ചാണക്യ BJP ബുദ്ധി, പറഞ്ഞുകൊണ്ടുള്ള ആ ചാണക്യ ബുദ്ധിയിൽ എന്റെ പൊന്ന് റജി ലൂക്കോസെ, അജിംസ ഒരു മിനിറ്റ്, ഈ CAA കേസിന്റെ സുപ്രീം കോടതിയിലെ പേരറിയാമോ റജി ലൂക്കോസിന്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. CAA കേസിൽ ഞങ്ങളുടെ കേസാ ലീഡ് കേസ്. സുപ്രീം കോടതി കേൾക്കുന്നത് ഞങ്ങളെയാ. നിങ്ങളൊരു 500 കോടി എന്ന ഹർജി പിൻവലിച്ച് തിരിച്ചു വരുമെന്ന് എന്നെ പേടിയില്ല. ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത്. ശരി, ഷാവു പ്രസാദ്, നീട്ടിയാൽ ആ ഹർജി തിരിച്ചു ഷാവു പ്രസാദ്, ഷിബു പറയുന്നത് പോലെ കേന്ദ്ര ഏജൻസികളെ വെച്ച് സമ്മർദ്ദത്തിലാക്കി പിണറായി വിജയനെ എന്ന വ്യക്തിയെ, മുഖ്യമന്ത്രിയെ നയം മാറ്റിക്കുന്ന ചാണക്യതന്ത്രമുള്ള അമിത്ഷാ എന്നൊരു വിളിപ്പേര് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പൊന്തുപോലല്ലേ? അങ്ങനെ കേൾക്കാനല്ലേ അമിത്ഷായും ആഗ്രഹിക്കുന്നുണ്ടാവുക? എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ അതിൻ്റെതായ രാഷ്ട്രീയമോ അതിൻ്റെ അകത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം മാത്രം ചർച്ച ചെയ്യുക, സംസാരിക്കുക. ആ യാഥാർത്ഥ്യം എന്താണ്? ഇത്രയും നാളും കേരളം എതിർത്ത് നിന്നിരുന്നു, അവർക്ക് താല്പര്യമില്ലായിരുന്നു, കേരളത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിരുന്നു, ഈ ഫണ്ടിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല എന്നുള്ളൊരു നിലപാടായിരുന്നു അവർ എടുത്തിരുന്നത്. ഇപ്പോൾ അവർ ആ നയം മാറ്റി ആ പോളിസി, അതായത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും പ്രതിപക്ഷം അടക്കം ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഒപ്പിട്ട ആ ദേശീയ മുഖ്യധാരയിലേക്ക്, ആ സ്ട്രീമിലേക്ക് വരാൻ കേരളം തയ്യാറായി. അതാണ് മുമ്പിലുള്ള യാഥാർത്ഥ്യം. ഇനി അതിനു മുമ്പിൽ ഇവർ നേരത്തെ എന്താണോ പറഞ്ഞിരുന്നത് അത് ചർച്ച ചെയ്യാം, തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം എന്നുള്ളതല്ലാതെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം എന്താണ്? ഞാനതിനെ കീഴടങ്ങിയെന്നോ കാല് പിടിച്ചെന്നോ ഒന്നും പറയുന്നില്ല. അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിച്ചു, അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്തു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഇപ്പം ശ്രീ ഷിബു മീരാൻ പറഞ്ഞു നോക്കുമ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ ലോജിക്കിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ അകത്ത് പല ശരികളും ഉണ്ട്, നമുക്കത് അംഗീകരിക്കേണ്ടി വരും. ഞാനതിനെ അതിൽ ശരിയുണ്ടെന്നാണ് ഷാബു പറയുന്നത്. ശരിയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ഒരു പ്രതിപക്ഷ ലോജിക്കിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ശരികൾ ഉണ്ടാകാം തീർച്ചയായിട്ടും. ഇനിയിപ്പോ അത്രേ ഉള്ളൂ. ഇനിയിപ്പോ പ്രതിപക്ഷത്തിരിക്കുന്നത് ഇപ്പം ഇതേ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ മുസ്ലിം ലീഗിന്റെ ഒരു സ്ഥാനത്ത് BJP ആണെങ്കിൽ BJP ഇതേ നിലപാടൊക്കെ തന്നെ ഇരിക്കുന്നത്. കാര്യം സർക്കാരിനെതിരെ അടിക്കാൻ കിട്ടിയ ഒരു വടിയാണ്. സർക്കാർ കൊണ്ടുകൊടുത്തത് ഞങ്ങളെ തല്ലിക്കോ എന്ന് പറഞ്ഞ് സർക്കാർ അവരുടെ ഇട്ടുകൊടുത്ത വടി ഷിബു മീരാൻ നല്ല ഗംഭീരമായിട്ട് എടുത്ത് നല്ല ഒന്നാന്തരമായിട്ട് നല്ല അടിച്ചു. ആ അടി കൊണ്ട് റജി ലൂക്കോസൊക്കെ അടക്കം കിടന്ന് പൊളയുന്നത് നമുക്ക് കാണാം. അത് അദ്ദേഹം വളരെ വെൽ ആർട്ടിക്കുലേറ്റഡ് ആയിട്ട് തന്നെ പറഞ്ഞു. അതൊരു പ്രതിപക്ഷ ധർമ്മമാണത്. അതിൻ്റെ അകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. പ്രതിപക്ഷത്തിന് കിട്ടിയ ഒരു ആയുധം, സർക്കാരിനെതിരെ കിട്ടിയ ഒരു ആയുധം അത് നന്നായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഞാനതിനെ കാണുന്നത് ഈ രീതിയിലുമാണ്. അത്രയേ ഉള്ളൂ. ഈ വിവേക് കിരണിന് ലഭിച്ചിട്ടുള്ള ED സമൻസ്, ആ സമൻസിന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ഇപ്പോഴും അത് ആക്റ്റീവാണ്. അത് ഏത് കേസിലാണെന്ന് പോലും ഇപ്പോഴും വ്യക്തതയില്ല. ഷാവു പ്രസാദ്, അല്ലേ, നമുക്കും ഈ മാധ്യമ വാർത്തകളും ഇങ്ങനെയുള്ള കാര്യങ്ങളെ അറിയുള്ളൂ. എനിക്കതിനെ പറ്റി കൂടുതൽ അറിയില്ല. ഓരോ കേസിന്റെ ഗ്രാവിറ്റിയും ആ കേസിന്റെ ഗൗരവവും ഒക്കെ അനുസരിച്ചായിരിക്കുമല്ലോ അതിന്റെ മുകളിലുള്ള ആക്ഷൻസ് വരിക. ഇനിയിപ്പോ ഇത് എന്താണ് സംഭവം എന്നുള്ളത് ഡീറ്റെയിൽസ് നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഉള്ള പ്രതികരണമാണ് നമുക്കിപ്പോൾ കൊടുക്കാൻ കഴിയുള്ളൂ. ശരി റജി, അതായത് ഇത് മുഖ്യമന്ത്രിയുടെ മാത്രം ഒരു വീഴ്ചയാണ്. മുഖ്യമന്ത്രി ഒരു ഒത്തുതീർപ്പിന് വഴങ്ങി, പാർട്ടി വഴങ്ങിയിട്ടില്ല. MA ബേബിക്ക് കാര്യം അറിയുണ്ടായിരുന്നില്ല. ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് അദ്ദേഹം അത് വിശദീകരിക്കുന്നില്ല. എനിക്ക് അറിയില്ല ഈ പദ്ധതിയെ പറ്റിയാണ് അദ്ദേഹം പറഞ്ഞത്. പാർട്ടിക്ക് അറിയില്ല, മുന്നണിക്ക് അറിയില്ല. മന്ത്രി V ശിവൻകുട്ടിക്ക് 2 അഭിപ്രായമാണ്. ഇന്നലെ ഒരു അഭിപ്രായം, ഇന്ന് വേറൊരു അഭിപ്രായം. ഇതിൽ വാ തുറക്കേണ്ടയാൾ മുഖ്യമന്ത്രിയാണ്. നാളെ അദ്ദേഹം ഇതേപ്പറ്റി സംസാരിക്കുമായിരിക്കും, അല്ലേ റജി ലൂക്കോസ്? അല്ല, ഗോവിന്ദ മാഷ് പറഞ്ഞത് അങ്ങനെയല്ല. ഗോവിന്ദ മാഷ് പറഞ്ഞത് സർക്കാരിൻ്റെ കാര്യങ്ങൾ സർക്കാരാണ് തീരുമാനിക്കുന്നത്, ഞങ്ങൾ പാർട്ടിക്കാർ തീരുമാനിക്കണമെന്നാണ് പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയ ഉന്നതമായ ജനാധിപത്യ മൂല്യമുള്ളൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയേണ്ടത്. അതിനെ നിങ്ങൾ അവരറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. CPM-നെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്താഗതി അതാ. ഇവിടെ വേറൊരു സംസ്ഥാനമുണ്ട്, അത് പ്രിയപ്പെട്ട വീരാൻ കേൾക്കണം. തെലുങ്കാനയുടെ രേവന്ത് റെഡ്ഡി സത്യം പറഞ്ഞ ആദ്യത്തെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഒപ്പിട്ട് കൊടുത്തത് ഈ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയാണ്. അപ്പൊ ഇവർക്ക് ഇവരുടെ മുന്നണിയിലുള്ള ഘടകകക്ഷികളെ രേവന്ത് റെഡ്ഡിയാണ് ഒപ്പിട്ടത്, BRS ആണോ? രേവന്ത് റെഡ്ഡിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അല്ലല്ല, കോൺഗ്രസ് സർക്കാരാണ് തെലങ്കാനയിൽ ഒപ്പിട്ടത്. ഓക്കെ, കോൺഗ്രസ് സർക്കാർ ഒപ്പിടാത്തത് കർണാടകയിലാണ്. അത് BJP ഉള്ളപ്പോഴാണ് ഒപ്പിടുന്നത്. അത് കറക്റ്റ് ആണ്. കോൺഗ്രസ് ചെയ്യുമ്പോലെയൊക്കെ ചെയ്യാമെന്നാണ് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട. സത്യപ്രതിജ്ഞ എത്ര വർഷമായി? NEP കുറിച്ച് കോൺഗ്രസിന്റെ അല്ല, കേൾക്കൂ, NEP കുറിച്ച് കോൺഗ്രസിന്റെ നയമാണോ നിങ്ങളുടെ നയം? ഇല്ല, ഞങ്ങൾ കോൺഗ്രസുമായിട്ട് നയത്തിൽ എന്തോരം
ഞങ്ങൾ കോൺഗ്രസിന് അല്ലെ കോൺഗ്രസ്സുകാർക്കാകാം, നിങ്ങൾക്കാകാൻ പാടില്ലെന്നുള്ള ഷിബു വീരാനന്റെ സിദ്ധാന്തത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ഷിബു നിങ്ങളുടെ പ്രതിപക്ഷ നേതാവെന്ന് ബോധ്യപ്പെടുത്തു, ശശി തരൂർ എന്ന് ബോധ്യപ്പെടുത്തു. നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ച് അശോക് ഗെഹ്ലോട്ടിനോ രേവന്ത് റെഡ്ഡിക്കോ ഒന്നും ഒരു നിമിഷം റജി ലൂക്കോസ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പൊ നോക്കൂ, കോൺഗ്രസ്സുകാർ ഇവിടെ ഇല്ല. കോൺഗ്രസ് അശോക് ഗെഹ്ലോട്ടിനോ രേവന്ത് റെഡ്ഡിക്കോ ഹിന്ദുത്വ വിദ്യാഭ്യാസ പദ്ധതിയെ കുറിച്ച് അത്ര കാര്യമായ രാഷ്ട്രീയ നിലപാടോ ഒന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വ്യക്തിപരമായി. അവരങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുള്ളതായിട്ട് അറിയില്ല. പക്ഷേ CPM പാർട്ടി കോൺഗ്രസ് രേഖയുണ്ട്, CPM കേന്ദ്ര കമ്മിറ്റിയുടെ രേഖയുണ്ട്, കമ്മ്യൂണിക്കുണ്ട്. അല്പം മുമ്പ് ഞാൻ വായിച്ചത് CPM മുഖപത്രത്തിലെ ലേഖനമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് പോയി ഒളിച്ചുപോയി ഒപ്പിടുമ്പോഴാണ് ഈ പ്രശ്നം. അല്ല, അതിനകത്ത് രസകരമായ ഒരു മറുപടി ഉണ്ട്. ഈ രേവന്ത് റെഡ്ഡിയും ഈ പറയുന്ന ഗെഹ്ലോട്ടും ഒറ്റ പാർട്ടിയുടെ ആൾക്കാരാ. ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി 2019 പ്രസ്താവിച്ചത് എന്താ? അല്ല, 2019 2017 രാഹുൽ ഗാന്ധിയുടെ മാതാവ് ഇന്ത്യൻ എക്സ്പ്രസിലും ടൈംസ് ഓഫ് ഇന്ത്യ എഴുതിയ ലേഖനം എന്താ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് 2020 NEP വന്ന് 2017 ലേഖനം എഴുതുന്നത് എങ്ങനെയാണ് റജി ലൂക്കോസ്? 2020 NEP വന്നത് അല്ല, 2020 NEP വന്നത്. 2017 ലേഖനം എഴുതുന്നത് എങ്ങനെയാണ്? അല്ല, ഞാൻ പറഞ്ഞത് ഹിന്ദുത്വക്കെതിരെയാണ് ഞാൻ പറയുന്നത്. കുറിച്ചുള്ള ലേഖനം ഞാൻ പറയുന്നത്. രാഹുൽ ഗാന്ധി എത്ര പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു? ഈ പറയുന്ന ഹിന്ദുത്വ RSSനെതിരെ രാഹുൽ ഗാന്ധി എത്ര തവണ പത്രസമ്മേളനം നടത്തിയിരിക്കുന്നു? അപ്പൊ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾക്ക് രേവന്ത് റെഡ്ഡിക്കോ അല്ലെങ്കിൽ പറയുന്ന ഗെഹ്ലോട്ടിനോ ഒരു വിലയില്ലേ? ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിക്ക് ഒരു വിലയില്ലേ? ഒരു പ്രാധാന്യമില്ലേ? ഇപ്പൊ ശിവകുമാരൻ ആ പാർട്ടിക്കാരല്ലെങ്കിൽ പറയൂ, അതിന് മറുപടി പറഞ്ഞേ. അതിനെ എന്തൊരു ന്യായീകരണം നിങ്ങൾ പറയുന്നത്? എന്താ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരൊറ്റ പോളിസിയുള്ളൂ, അത് ഹിന്ദുത്വ അജണ്ടക്കെതിരെയാണ്. അത് ഇനി NEP അല്ല, ഈ പറയുന്ന PM ശ്രീ ആണേലും കേരളത്തിൽ ഈ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കത്തില്ല. അത് പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള തത്വമാണ്. ഷിബു കോൺഗ്രസിന്റെ കാര്യം വിടുക, കോൺഗ്രസിന്റെ ആൾ ഇവിടെ ഇല്ല. ഷിബു റജി ലൂക്കോസ് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. റജി ലൂക്കോസ് ചോദിക്കുന്ന ഒരു ചോദ്യം പ്രസക്തമാണ്. ഷിബു, ലീഗിന് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുണ്ട്? ലീഗിന്റെ ഏതെങ്കിലും കമ്മിറ്റിയിൽ ഇതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടോ? കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങളുടെ എല്ലാ കമ്മിറ്റികളും ചർച്ച ചെയ്തിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളത് വളരെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ഈ പറയുന്നത് മുഴുവൻ ഞങ്ങളുടെ നിലപാട് അതിനെതിരായത് കൊണ്ടാണല്ലോ അജിംസെ. ഇപ്പൊ ഇവിടെ ഈ റജി ലൂക്കോസ് പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് പ്രതിപക്ഷ നേതാവിനെ ബോധ്യപ്പെടുത്തു, ഗെഹ്ലോട്ടിനെ ബോധ്യപ്പെടുത്തു. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ ആ CPIയെ ഇതൊന്ന് ബോധ്യപ്പെടുത്താവോ? 77 മറ്റോ PK മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇടതുപക്ഷ ഐക്യമെന്നും പറഞ്ഞാൽ മുഖ്യമന്ത്രി കസേരയും വലിച്ചെറിഞ്ഞ് നിങ്ങളുടെ കൂടെ കൂടിയവരല്ലേ? നൂറ്റാണ്ടായിട്ട് നിങ്ങളുടെ ചവിട്ടും അവർ കൊണ്ടു നിൽക്കല്ലേ? എന്നാൽ ഇക്കാര്യത്തിൽ അവരോടൊരു വാക്ക് പറയാതെ നിങ്ങൾ എന്തിനാണെന്നാ പിന്നെ അവരെ ഒളിച്ചു വെച്ചതന്നെ? നിങ്ങൾ നയപരമായി ശരിയായ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ ഒരു നിലക്കും ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാൻ പോകുന്നില്ല, എന്നാൽ പൈസക്ക് അത്യാവശ്യമുള്ളതുകൊണ്ട് ചെറിയൊരു അടവ് നയം സ്വീകരിക്കുകയാണെന്ന് ആ CPIയോട് പറഞ്ഞാൽ പോരെ? അവരോട് പറയാതെ ഞാൻ ചങ്കത്ത് കൈവച്ച് നിങ്ങളിപ്പോ ഞാനൊന്ന് പറഞ്ഞോട്ടെ ജിംസെ, ഞാൻ അങ്ങ് ചോദിക്കട്ടെ, ഞാൻ അങ്ങയുടെ അവസരത്തിൽ ഇടപെട്ടിട്ടില്ലല്ലോ. നിങ്ങൾ എത്ര തവണ എന്റെ പേര് ഉപയോഗിച്ചു ചേട്ടാ? ഞാൻ മിണ്ടിയില്ല. നിങ്ങൾ കേക്ക്, ഞാൻ ചോദിക്കട്ടെ. ഇപ്പൊ നിങ്ങൾ കോൺഗ്രസിന് രാജസ്ഥാനിലിരിക്കുന്ന അശോക് ഗെഹ്ലോട്ടിന്റെ കാര്യം ഈ ഞാൻ ഒറ്റ ചോദ്യം അല്ലല്ല ഞാൻ എന്റെ ചോദ്യം അങ്ങ് പറഞ്ഞല്ലോ, പാർട്ടി വേറെ, അത് സർക്കാരിന്റെ കാര്യം സർക്കാർ തീരുമാനിക്കുന്നത് അങ്ങ് പറഞ്ഞല്ലോ. കുറച്ചൊക്കെ CPMനെ കുറിച്ച് എനിക്കറിയാം. ആ സർക്കാരിന്റെ ഡേ ടു ഡേ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറിന് അധികാരമുണ്ട്, അവരെ ഇടപെടുന്നുണ്ട്. ഈ വിഷയം ഈ ഒപ്പിടുന്നത് ശിവൻകുട്ടി സഖ പറഞ്ഞെന്നുള്ളതൊക്കെ പോട്ടെ, ചങ്കത്ത് കൈവച്ചെന്ന് പറഞ്ഞ് പാർട്ടി സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടുണ്ടോ? കേരളത്തിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടുണ്ടോ? കേരളത്തിലെ പാർട്ടി സെക്രട്ടറി അറിഞ്ഞിട്ടുണ്ടോ? ഡൽഹിയിലിരിക്കുന്ന MA ബേബിയുടെ കാര്യം ഈ മന്ത്രിസഭയിലെ സഹ അംഗങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ? റജി ലൂക്കോസെ, ഈ നിയമവകുപ്പ് കൊടുത്ത നിയമോപദേശമല്ലേ? ഇതിൽ ഒപ്പിടേണ്ട കാര്യമില്ല, നിയമ പോരാട്ടത്തിന് പോവാം. തമിഴ്നാട് പോയ അനുഭവമുണ്ട്, കേസ് നമ്മൾ ജയിക്കുമെന്ന് നിയമവകുപ്പ് കൊടുത്ത ആ ഒരു ലീഗൽ അഡ്വൈസ്, ഇവിടുത്തെ അഡ്വക്കേറ്റ് ജനറൽ കൊടുത്ത ലീഗൽ അഡ്വൈസ് മേശപ്പുറത്തിരിക്കുമ്പോഴല്ലേ ആരോരും അറിയാതെ ഈ പണിയെടുത്തത്? അത് പേടിച്ചിട്ടാണോ എന്ന് ഞാൻ ചോദിച്ചാൽ, നിങ്ങൾ പിന്നെ രാജസ്ഥാനിലേക്ക് തെലങ്കാനയിലേക്ക് ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്തുകൊണ്ട് ഈ പാർട്ടിയെ, ഈ മന്ത്രിസഭയിലെ കൂടെയുള്ളവരെ പിണറായി വിജയൻ ഇരുട്ടത്ത് നിർത്തിയെന്ന ചോദ്യം രാഷ്ട്രീയമായിട്ടൊരു പ്രസക്തി ഇല്ലാന്നാണോ? ആ ചോദ്യത്തിന് മറുപടി പറയേണ്ട മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി നാളെ CPI അനുനയിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടേക്കുമെന്ന് വാർത്തകളുണ്ട്. അദ്ദേഹം പൊതുസമൂഹത്തോട്, അദ്ദേഹത്തിന്റെ പാർട്ടി അണികളോട് ഇത് വിശദീകരിക്കുമോ എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നന്ദി റജി ലൂക്കോസ്, ഷിബു മീരാൻ, ഷാബു പ്രസാദ് ഇത്രയും സംസാരിച്ചത്.